ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് സെറ്റ്. ഇന്ന് നമുക്ക് സെറ്റ് എന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഇത് ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്, റിപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് സെറ്റ്സ്, ഇതൊക്കെ നമുക്ക് വിത്ത് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ സെറ്റ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത് ജോർജ് കാൻഡർ എന്ന മാത്തമാറ്റീഷ്യനാണ്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഫങ്ഷൻസ്, റിലേഷൻസ് ഒക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? സെറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സെറ്റ് എന്ന കോൺസെപ്റ്റിന് നിറയെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി എന്താണ് ഒരു സെറ്റ് എന്ന് നോക്കാം. സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ ആദ്യം മനസ്സിലേക്ക് വരുന്നത്? കളക്ഷൻ അല്ലേ? എന്തിൻ്റെയൊക്കെയോ ഒരു കളക്ഷനാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് എ പാക്ക് ഓഫ് കാർഡ്സ് എന്ന്. അപ്പോൾ അത് നമുക്ക് എന്താ മനസ്സിലാവുക? പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുമ്പോൾ കാർഡുകളുടെയൊക്കെ ഒരു കളക്ഷൻ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എ ക്രൗഡ് ഓഫ് പീപ്പിൾ, അതും ഒരു കളക്ഷനാണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ ഒരു കളക്ഷനെ കാണിക്കുകയാണ്. എക്സാമ്പിൾ എ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ. അപ്പോൾ മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ്. ഇതിനെന്താ മനസ്സിലാക്കാൻ പറ്റുക? കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സുകളുടെ ഒരു കളക്ഷൻ. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓബ്ജക്ട്സ് എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 1 to ഇൻഫിനിറ്റിയാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സായ 1 to ഇൻഫിനിറ്റി വരെയുള്ളതിനെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാൻ സെറ്റ് എന്ന് പറയുന്നത്. ഇതിലെല്ലാ നമ്പേഴ്സും, അതായത് 1 എന്ന നമ്പർ, 2 എന്ന നമ്പർ ടിൽ ഇൻഫിനിറ്റി, എല്ലാം ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ്. ഈ ഡെഫിനിഷനിൽ നമ്മൾ ഒരു ടേം ഇമ്പോർട്ടൻ്റായി നോട്ട് ചെയ്യണം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ടേം? വെൽ ഡിഫൈൻഡ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പം പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് യു ഹാവ് ടു റൈറ്റ് ദ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന്. ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്താലും വേറൊരാൾ കളക്ട് ചെയ്താലും ആര് കളക്ട് ചെയ്താലും വവൽസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഏതാണ്? എ, ഇ, ഐ, ഒ, യു. ഈ 5 ലെറ്റേഴ്സ് ആയിരിക്കും അല്ലേ? ആര് കളക്ട് ചെയ്താലും വവൽസ് ഇറ്റ് ഷുഡ് ബി സെയിം. ഇനി ഞാൻ പറയാണ് യു ഹാവ് ടു റൈറ്റ് ദ നെയിംസ് ഓഫ് 10 ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ്. ആ സമയത്ത് എന്താ ചെയ്യുക? ആ സമയത്ത് എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടിലുള്ള 10 പേരെയായിരിക്കും ഞാൻ ലിസ്റ്റ് ചെയ്യുക. ബട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ് ഇൻ്റലിജൻറ്റ് അവരെയാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും വേറെ വേറെ കാഴ്ചപ്പാടാണ് അതിൽ. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെറ്റിൽ നമ്മൾ അത് ആര് ലിസ്റ്റ് ചെയ്താലും ഇറ്റ് ഷുഡ് ബി സെയിം. ഞാൻ ചെയ്താലും വേറൊരാൾ ചെയ്താലും ആര് ചെയ്താലും ആ സെറ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെയിം ആയിരിക്കണം. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളുടെ കളക്ഷനാണ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ 1.1 അതിൽ ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ടോൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. സെക്കൻഡ് വൺ കളക്ഷൻ ഓഫ് ഹോണസ്റ്റ് പേഴ്സൺസ് ഇൻ യുവർ കോളനി. ആൻഡ് third one is collection of interesting books in your school library. Fourth one is collection of intelligent students in your school. And right side, first one is collection of those students of your school whose height is more than 180 centimeter. And second one is collection of those people in your colony who have never been found involved in any theft case. And third one is collection of mathematics books in your school library. And fourth one is collection of those students in your school who have secured more than 80% marks in annual examination. ഇതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന
സെൻറ്റൻസ് നോക്കുക. അതിൽ നമുക്ക് കളക്ഷൻ ഓഫ് ടോൾ സ്റ്റുഡൻസ്, ഇതിൽ ടോൾനെസ് ആൻഡ് ഹോണസ്റ്റ്, ഇൻട്രസ്റ്റിംഗ്, ഇൻ്റലിജൻറ്റ് ഇതൊക്കെ വന്നിട്ട് എന്താണ്, ഈ ടേംസൊക്കെ വെൽ ഡിഫൈൻഡ് അല്ല. അതായത് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് ടോൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. ഇപ്പം നമുക്ക് ടോളായി തോന്നുന്നവർ മറ്റുള്ളവർക്ക് ടോളായി തോന്നില്ല, അപ്പോൾ ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. അതേസമയം റൈറ്റ് സൈഡിൽ കളക്ഷൻ ഓഫ് ദോസ് സ്റ്റുഡൻസ് ഓഫ് യുവർ സ്കൂൾ ഹുസ് ഹൈറ്റ് ഇസ് മോർ ദാൻ 180 സെൻറ്റിമീറ്റർ. 180 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഹൈറ്റ് ഉള്ളവർ എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും തോന്നുക. അപ്പോൾ ആ റൈറ്റ് സൈഡിലുള്ളത് വന്നിട്ട് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്, അപ്പോൾ ഇതൊന്നും സെറ്റ് അല്ല. ബട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതെല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് എല്ലാം അതെല്ലാം വന്നിട്ട് സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. നോർമലി നമ്മൾ സെറ്റ് വന്നിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് എലമെൻറ്റ്സ്, അതായത് നമ്മൾ സെറ്റിലെ എലമെൻറ്റ്സ് എഴുതുമ്പോൾ അത് വന്നിട്ട് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടിരിക്കുന്ന എക്സാമ്പിൾ കണ്ടോ. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നത് സെറ്റ്, അത് ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ എ ഇസ് ഈക്വൽ ടു ടോയ്, എലിഫൻറ്റ്, പാക്കറ്റ് ഓഫ് സ്വീറ്റ്സ്, മാഗസിൻസ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ് ആണ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സുകളുടെ ഒരു കളക്ഷനാണ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എ സെറ്റ് ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ് ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. നെക്സ്റ്റ് നമുക്ക് സം സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ടു റിപ്രസെൻറ്റ് സെറ്റ്സ്. സെറ്റ്സിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന നൊട്ടേഷൻസ് നമുക്ക് നോക്കാം. എൻ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഡബ്ല്യു സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. സെഡ് ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. സെഡ് പ്ലസ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. സെഡ് മൈനസ് ദ സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ക്യൂ ഡിനോട്ട് ചെയ്യുന്നത് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ആൻഡ് ഐ ദ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. R the set of real numbers. And finally C denote ചെയ്യുന്നത് the set of complex numbers. നെക്സ്റ്റ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ഫസ്റ്റ് വൺ നമ്മൾ പറയുക ബിലോങ്സ് ടു. സെക്കൻഡ് വൺ ഡസ് നോട്ട് ബിലോങ്സ് ടു. ആൻഡ് ദ തേർഡ് വൺ ദർ എക്സിസ്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദർ ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ n is the set of natural numbers. നമുക്കറിയാം n വന്നിട്ട് നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ആൻഡ് വി നോ ദാറ്റ് 2 is a natural number. 2 വന്നിട്ട് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ടിട്ട് 1 to infinity വന്നിട്ട് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2 വന്നിട്ട് നാച്ചുറൽ നമ്പേഴ്സാണ്. ബട്ട് -2 is not a natural numbers. സോ നമുക്ക് ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യാം? 2 belongs to ക്യാപിറ്റൽ N, അതായത് 2 belongs to നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിലുള്ളതാണ് 2. ആൻഡ് -2 ഡസ് നോട്ട് ബിലോങ്സ് ടു N. നെക്സ്റ്റ് 1.2 റിപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്. സെറ്റിനെ നമ്മൾ എങ്ങനെയൊക്കെ റിപ്രസെൻറ്റ് ചെയ്യാമെന്ന്. ദർ ആർ 2 methods to represent a set. First one is roster method and second one is set builder form. റോസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സെറ്റിൽ നമ്മൾ എലമെൻസിനെ എഴുതുമ്പോൾ അത് നമ്മൾ എപ്പോഴും കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായി വേണം എഴുതാൻ. അതിലുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ റോസ്റ്റർ മെത്തേഡിൽ നമ്മൾ സെറ്റ് ഡിനോട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ കേളി ബ്രാക്കറ്റ്. ആൻഡ് നമ്മൾ അത് വന്നിട്ട് കോമാസ് വെച്ചിട്ട് ഓരോ എലമെൻറ്റ്സും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നോക്കാം നമുക്ക് ഡെഫിനേഷൻ. ഇൻ ദിസ് മെത്തേഡ് എ സെറ്റ് ഇസ് റിപ്രസെൻറ്റഡ് ബൈ ലിസ്റ്റിംഗ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ്, സെപ്പറേറ്റിംഗ് ദം ബൈ കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് എൻക്ലോസിങ് ദം ഇൻ കേളി ബ്രാക്കറ്റ്. കേളി ബ്രാക്കറ്റിൽ നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇഫ് വി ബി ദ സെറ്റ് ഓഫ് വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. വി വന്നിട്ട് എന്താണ്? വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ നമ്മളിത് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ വി. സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ.
ആൻഡ് എലമെൻറ്റ്സ് നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. അപ്പോൾ വവ്വൽസ് ലെറ്റേഴ്സ് നമുക്കറിയാം AEIOU ആണ്, 5 ലെറ്റേഴ്സ്. അപ്പോൾ ഈ 5 ലെറ്റേഴ്സും നമ്മൾ കോമാസ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് റോസ്റ്റർ മെത്തേഡിൽ സെറ്റിനെ റിപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, സെക്കൻഡ് എക്സാമ്പിൾ. ഇഫ് A be the set of natural numbers less than 7. A വന്നിട്ട് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വിച്ച് ഇസ് ലെസ് ദാൻ 7 ആയിരിക്കണം. അപ്പോൾ A ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ഫ്രം 1. അപ്പോൾ ലെസ് ദാൻ 7ഉം ആണ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? 1 to 6 ആയിരിക്കും. അപ്പോൾ ഇതിനെ റോസ്റ്റർ മെത്തേഡിൽ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുമ്പം എങ്ങനെ എഴുതുക? കേർലി ബ്രാക്കറ്റ് ഉണ്ടാവണം. അതിൽ 1 2 3 4 5 6 വന്നിട്ട് ഓരോ എലമെൻറ്റ്സ് നമ്പേഴ്സും വന്നിട്ട് കോമാസ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഒരു നോട്ട്. ടു റൈറ്റ് എ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം എലമെൻറ്റ്സ് ആർ നോട്ട് ടു ബി റിപ്പീറ്റഡ്. അതായത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എലമെൻറ്റ്സ് വന്നിട്ട് റിപ്പീറ്റ് ആവാൻ പാടില്ല. അതായത് ഓൾ എലമെൻറ്റ്സ് ആർ ടേക്കൺ ആസ് ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ എലമെൻറ്റും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവണം. ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇഫ് A be the set of letters used in the word mathematics. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിനെ റോസ്റ്റർ ഫോമിൽ, മാത്തമാറ്റിക്സ് എന്ന വേർഡിനെ റോസ്റ്റർ ഫോമിൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? A എന്ന സെറ്റ്, അതിൽ M, ഫസ്റ്റ് ലെറ്റർ ഇസ് M, അതിന് നെക്സ്റ്റ് ലെറ്റർ ഇസ് A, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കമ MATHE. നെക്സ്റ്റ് എന്താ നമുക്ക് വരിക? M ആണ് വരിക. പക്ഷേ ഇതിൽ സെയിം എലമെൻറ്റ് വന്നിട്ട് റിപ്പീറ്റഡ് ആവാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് M എഴുതിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് M എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ HE, Aയും ഓൾറെഡി എഴുതിയിട്ടുണ്ട്, Tയും ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ICS. സെക്കൻഡ് മെത്തേഡ് ഇസ് സെറ്റ് ബിൽറ്റർ ഫോം. സെറ്റ് ബിൽറ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ എലമെൻറ്റ്സ് വന്നിട്ട് ലിസ്റ്റ് ചെയ്യേണ്ട. ഇത് വന്നിട്ടൊരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എഴുതണം. In this form, elements of the set are not listed, but these are represented by some common property. ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതുക. അതിന് റോസ്റ്റർ മെത്തേഡിൽ ചെയ്ത പോലെ കോമാസ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നില്ല. ഇതിൽ ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളിതിന് റിപ്രസെൻറ്റ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ലെറ്റ് V be the set of vowels of English alphabet. റോസ്റ്റർ മെത്തേഡിലെടുത്ത സെയിം എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക? V is equal to set of all X. X is a vowel of English alphabet. X is a vowel of English alphabet എന്ന് പറഞ്ഞാൽ X എന്ന് പറയുന്നത് വവൽസ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം വവൽസ് ഏതൊക്കെയാണ്? AEIOU. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, സെക്കൻഡ് എക്സാമ്പിൾ ഇസ് ലെറ്റ് A be the set of natural numbers less than 7. സെയിം എക്സാമ്പിൾ. അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ A is equal to set of all X such that X വന്നിട്ട് എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ X belongs to N and the X value which is less than 7. ഇത് വന്നിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ആൻഡ് ദ വാല്യൂ ഇസ് ലെസ് ദാൻ 7. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1.1. റൈറ്റ് ദ ഫോളോയിങ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ തന്നിട്ടുള്ള സെറ്റ് വന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഒരു കോമൺ പ്രോപ്പർട്ടിയാണ് നമ്മളതിൽ എഴുതുക. ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് A is equal to -3 -2 -1 0 1 2 3. അപ്പോൾ ഇതിൽ -3 തൊട്ടിട്ട് 3 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എന്തിലുള്ള ഈ -3 -2 -1 0 1 2 3 ഇതൊക്കെയും ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ A is equal to, നമ്മളിത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ A is equal to A എന്ന് പറയുന്ന സെറ്റ് X, സെറ്റ് ഫോർ X such that X belongs to Z. അതായത് X വന്നിട്ട് ഇൻറ്റീജേഴ്സിലാണ് ആൻഡ് X വാല്യൂ ലൈസ് ബിറ്റ്വീൻ -3 and 3. അതായത് -3 less than or equal to X less than or equal to 3. നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ B is equal to 3 6 9 12. 3 6 9 12 എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം വന്നിട്ട് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? B is equal to the set of all X such that X is equal to 3 into N. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്.
ആൻഡ് ദ സ്മോൾ n ബിലോങ്സ് ടു ദ നാച്ചുറൽ നമ്പേഴ്സ്. അത് 1 2 3. ഇപ്പം അത് ഹോൾ നമ്പർ ആണെങ്കിൽ ഇതിൽ 0 വരും. അപ്പോൾ 0 നമ്മൾ എടുക്കുമ്പം വാല്യൂ 0യും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള സെറ്റിൽ 0 ഇല്ല. 3 6 9 12 ഉള്ളൂ. അപ്പോൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് n ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. സപ്പോസ് n വന്നിട്ട് 4 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതിപ്പോൾ 5 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 15 വരും. പക്ഷെ നമ്മുടെ തന്നിട്ടുള്ള സെറ്റിൽ 12 വരെയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ സെക്കൻഡ് എക്സാമ്പിളിന് b is equal to set of all x such that x is equal to 3n and n belongs to n and the n value less than or equal to 4. Next example 1.2. Write the following in roster form. First one is set builder. Next roster formൽ എഴുതണം. എങ്ങനെയാണ് roster formൽ എഴുതുക? നമ്മൾ തന്നിട്ടുള്ളതിനെ എല്ലാ എലമെൻസും കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കേർലി ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്യണം. First question, c is equal to x such that x belongs to n and 50 less than or equal to x less than or equal to 60. Second one is d is equal to set of all x such that x in real number and x square minus 5x plus 6 is equal to 0. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ സൊല്യൂഷൻ c വന്നിട്ട് എന്താണ്? നാച്ചുറൽ. x വന്നിട്ട് നാച്ചുറൽ നമ്പറാണ്. ആൻഡ് ദ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 50 ആൻഡ് 60. അപ്പോൾ നമുക്ക് അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ആൻസേഴ്സ് എന്തായിരിക്കും? അതിലെ എലമെൻറ്റ്സ് എന്തെല്ലാം ആയിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആണ് ആൻഡ് ലൈസ് ബിറ്റ്വീൻ 50 ആൻഡ് 60. 50 51 52 53 ടിൽ 60 വരെ. അപ്പോൾ ഓരോ നമ്പേഴ്സും കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ d is equal to x set of all x such that x in r and x square minus 5x plus 6 equal to 0. ഇതിൽ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് x മൈനസ് 3 ആൻഡ് x മൈനസ് 2 is equal to 0. ഇതിൽ നിന്ന് x വാല്യൂ ഇസ് വാട്ട്? 3 and 2. അപ്പോൾ 3 and 2 കിട്ടുമ്പോൾ നമുക്ക് x വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ d is equal to 2 and 3. ഈ 2 and 3നും കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റോസ്റ്റർ ഫോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് എഴുതുക. നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെറ്റ്സ്. ഫസ്റ്റ് വൺ ഇസ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു സെറ്റിൽ അതിലുള്ള എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് ടിൽ ലാസ്റ്റ് എലമെൻറ്റ് വരെ നമുക്ക് എല്ലാ എലമെൻറ്റ്സും ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ഇൻഫൈനൈറ്റ് സെറ്റിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ലാസ്റ്റ് ടേം ഏതാണെന്ന് നമുക്ക് അറിയില്ല. അതാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. എക്സാമ്പിൾ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വിൽ സീ ആൻ എക്സാമ്പിൾ. ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ്. എയും ബിയും എന്ന് പറയുന്നത് 2 സെറ്റ്സ്. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് സെറ്റ് ബി ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ. ഇത് നമുക്ക് എന്താ മനസ്സിലാവണേ? ഫസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? ഇത് വന്നിട്ട് ഫസ്റ്റ് എ സെറ്റ് ഇസ് ഇൻഫൈനൈറ്റ് ബിക്കോസ് നാച്ചുറൽ നമ്പേഴ്സ് 1 to infinity ആണ്. നമുക്കിതിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഏതാണ് ലാസ്റ്റ് ടേം ഏതാണ്? ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എ ഇസ് ഇൻഫൈനൈറ്റ് ആൻഡ് ദ സെക്കൻഡ് സെറ്റ് ബി ഇസ്, നമുക്ക് കറക്റ്റായിട്ട് പറയാം, എക്സ് ഇസ് എ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസിന് നമുക്ക് പറയാൻ പറ്റുവാണ് അതിൽ നമുക്ക് എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വന്നിട്ട് ഫൈനൈറ്റ് സെറ്റ്. അതാണ് ഡിഫറൻസ് ഓഫ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് സെറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ഇൻഫൈനൈറ്റ് സെറ്റ് വി കനോട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. A set is said to be finite if its elements can be counted, and it is said to be infinite if it is not possible to count up to its last element. ലാസ്റ്റ് എലമെൻറ്റ് വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റി, അത് വന്നിട്ട് ഫൈനൈറ്റ്. അത് കൗണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വന്നിട്ട് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ് വൺ, എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ്. അതായത് എ സെറ്റ് വിച്ച്
ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ്, ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല, ആ സെറ്റിനെയാണ് നമ്മൾ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയുന്നത്. വിൽ സി ആൻ എക്സാമ്പിൾ. First set A is equal to set of all x such that x belongs to R and x square plus 1 is equal to 0. And the second one, B is equal to x such that x is number which is greater than 7 and less than 5. The first സെറ്റിൽ A is equal to A എന്ന സെറ്റിൽ നമ്മൾ എക്സ് വാല്യൂ ബിലോങ്സ് ടു ആർ, അതായത് റിയൽ നമ്പറാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിൽ എക്സ് വാല്യൂ വന്നിട്ട് റിയൽ നമ്പറാണ്. ഏത് റിയൽ നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ടു 0 കിട്ടില്ല. -1 സ്ക്വയർ വന്നിട്ട് +1, 1 + 1 is 2 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. റിയൽ നമ്പറിലുള്ള ഏത് നമ്പർ നമ്മൾ ഈ ഇക്വേഷനിൽ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് 0 കിട്ടില്ല. അപ്പോൾ ആ ഫസ്റ്റ് തന്നിട്ടുള്ള സെറ്റ് എ ഇസ് എം ടി സെറ്റ്. നെക്സ്റ്റ് സെറ്റ് ബി വന്നിട്ട് എക്സ് ഇസ് നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 7 ആൻഡ് ലെസ് ദാൻ 5. ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാൽ 8, 9, 10 അങ്ങനെ പോകും. ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 4, 3, 2 അങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഒരു വാല്യൂ നമുക്ക് കിട്ടണില്ല. അപ്പോൾ ഇത് വന്നിട്ട് അതും എം ടി സെറ്റാണ്. അപ്പോൾ എ ആൻഡ് ബി ആർ എം ടി സെറ്റ് ആൻഡ് ദ എം ടി സെറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ഫൈ ഓർ കേർലി ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് എ സെറ്റ് വിച്ച് ഹാസ് നോ എലമെൻറ്റ് ഇസ് സെറ്റ് ടു ബി നൾ സെറ്റ്, എം ടി സെറ്റ്, വോയിഡ് സെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ ഓർ കേർലി ബ്രാക്കറ്റ്. നമ്മൾ എം ടി സെറ്റിനെ നൾ സെറ്റ് എന്നും പറയും, വോയിഡ് സെറ്റ് എന്നും പറയും. നെക്സ്റ്റ് സെറ്റ് ഇസ് സിംഗിൾട്ടൺ സെറ്റ്. ആ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്, സിംഗിൾ, ഒരു എലമെൻറ്റ് മാത്രമായിരിക്കും അതിലുണ്ടാവുക. ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അത് വന്നിട്ട് സിംഗിൾട്ടൺ സെറ്റ്. എക്സാമ്പിൾ, എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ പ്രൈം നമ്പർ. അപ്പോൾ എ എന്ന സെറ്റിലുള്ള ഒരു എലമെൻറ്റ്, അതായത് എക്സ് ഇസ് ആൻ ഈവൻ പ്രൈം നമ്പർ. നമുക്കറിയാം ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് 2. അപ്പോൾ 2 is an even prime number. അപ്പോൾ ആ എ എന്ന സെറ്റിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്? സിംഗിൾട്ടൺ സെറ്റ്. നെക്സ്റ്റ് വൺ, ഈക്വൽ ആൻഡ് ഈക്വലൻറ്റ് സെറ്റ്സ്. ഈക്വൽ ആൻഡ് ഈക്വലൻറ്റ് സെറ്റ്സ്, ഇതിൽ ഈക്വൽ സെറ്റ് അപ്പോൾ ഇതിന് 2 സെറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ആ രണ്ട് സെറ്റ് നമ്മൾ എടുക്കുമ്പോൾ ആ 2 സെറ്റിൽ സെയിം എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അത് വന്നിട്ട് ഈക്വൽ സെറ്റ്സ് ആയിരിക്കും. സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ ഈക്വൽ സെറ്റ്സ് ആയിരിക്കും. ആൻഡ് ആ 2 സെറ്റിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ അത് ഈക്വലൻറ്റ് സെറ്റ്സ് ആയിരിക്കും. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഈക്വൽ സെറ്റിൽ സെയിം എലമെൻറ്റ്സ് ആയിരിക്കും, ഈക്വലൻറ്റ് സെറ്റിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, എ എന്നൊരു സെറ്റ്, അതിൽ എലമെൻറ്റ്സ് 1, 2, 3, ബിയിൽ 2, 1, 3. ആൻഡ് സെക്കൻഡ് വൺ, ഡി എന്ന സെറ്റിൽ 1, 2, 3 ആൻഡ് ഇയിൽ എ ബി സി. ഇതിൽ ഫസ്റ്റ് എ ആൻഡ് ബി സെറ്റിൽ സെയിം എലമെൻറ്റ്സ് ആണ്. അത് 1, 2, 3, അതിൽ 2, 1, 3 സെയിം എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സച്ച് സെറ്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് എ ഈക്വൽ ടു ബി. ഇൻ എക്സാമ്പിൾ 2, sets D and E have the same number of elements but elements are different. Elements difference ആണെങ്കിലും number of elements വന്നിട്ട് same ആണ്. Such sets are said to be equivalent sets and it is written as A equivalent to B. Two sets A and B are said to be equivalent sets if they have same number of elements, but they are said to be equal if they have not only the same number of elements but elements are also the same. Equal set ആണെങ്കിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രം ഉണ്ടായാൽ പോരാ, അതിൽ എലമെൻറ്റ്സ് വന്നിട്ട് ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഈക്വലൻറ്റ് സെറ്റിൽ വന്നിട്ട് സെയിം എലമെൻറ്റ്സ് ഡിഫർ ആയിട്ടുണ്ടാവാം ബട്ട് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ദ ലാസ്റ്റ് വൺ ഇസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഡിസ്ജോയിൻറ്റ് ഒരു ജോയിൻ്റ് അല്ലത്, ഡിസ്ജോയിൻ്റ് ആണത്. 2 sets are said to be disjoint if they do not have any common element.
അതായത് 2 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു കോമൺ എലമെൻറ്റ് ഉണ്ടാവില്ല, അതായത് അതിൽ ഇൻ്റർസെക്ഷൻ ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എംപ്റ്റി സെറ്റ് ആയിരിക്കും കിട്ടുക. അതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഫോർ എക്സാമ്പിൾ, A is equal to 135 and B is equal to 246 are disjoint sets. എയിലുള്ള എലമെൻറ്റ്സ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇത് വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. ഒരു കോമൺ എലമെൻറ്റ് അതിലില്ല. ഇതിന് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, given that A is equal to 2, 4 and B is equal to set of all x such that x is a solution of x square plus 6x plus 8 is equal to 0. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എയും ബിയും ആർ എ ആൻഡ് ബി ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇഫ് യു സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് സെറ്റ് നമുക്കറിയാം അതിൽ എലമെൻറ്റ്സ് 2, 4. നെക്സ്റ്റ് സെക്കൻഡ് വന്നിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കണം എക്സിൻ്റെ വാല്യൂസ് എന്താണ്. അപ്പോൾ അത് നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് വാല്യൂസ് വന്നിട്ട് -4 and -2 കിട്ടും. ബി ഇസ് ഈക്വൽ ടു -4 and -2. അപ്പോൾ നമുക്ക് എ എന്ന സെറ്റ് എന്താണെന്നറിയാം? 2, 4. ഇപ്പോൾ ബി എന്ന സെറ്റ് അറിയാം -4 and -2. രണ്ടിലും എലമെൻറ്റ്സ് വന്നിട്ട് ഒരു കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് നമുക്കില്ല. അതുകൊണ്ട് രണ്ട് സെറ്റും വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 1.4. If A is equal to set of all x such that x is a vowel of English alphabet. x എന്ന് പറയുന്നത് vowel of English alphabet ആണ് A എന്ന സെറ്റ്. B എന്ന സെറ്റ് എന്താണ്? set of all y such that y belongs to n and y less than or equal to 5. അതായത് y വന്നിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ ഇസ് ഈക്വൽ ടു ബി. അതായത് ഈക്വൽ സെറ്റ് ആണോ എന്നും ഈക്വലൻറ്റ് സെറ്റ് ആണോ എന്നും കണ്ടുപിടിക്കണം. ഫസ്റ്റ് സൊല്യൂഷൻ, എ വന്നിട്ട് വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് സെറ്റ് എ വന്നിട്ട് എ ഇ ഐ ഒ യു ആൻഡ് ബി y belongs to a natural number ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആൻഡ് y വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ 1, 2, 3, 4, 5 ആണ് ബി എന്ന സെറ്റ്. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ സ്മോൾ ബി അല്ല, ക്യാപിറ്റൽ ബി ആയിരിക്കണം സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഈച്ച് സെറ്റ് ഹാവിങ് 5 എലമെൻറ്റ്സ്, ബട്ട് എലമെൻറ്റ്സ് ആർ ഡിഫറൻസ് ആണ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഈക്വലൻറ്റ് സെറ്റാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഈക്വലൻറ്റ് സെറ്റ് ആണ് ഈ തന്നിട്ടുള്ള രണ്ട് സെറ്റ്. പക്ഷെ ഇതിലെ എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഈക്വൽ സെറ്റ് അല്ല. therefore A is not equal to B and A is equivalent to B. Next example 1.5. Which of the following sets A is equal to set of all x such that x is a point on a line and B is equal to y such that y belongs to n and y less than or equal to 50 are finite or infinite set. അപ്പോൾ നമുക്ക് എന്തറിയാം? ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എലമെൻറ്റ്സ് എല്ലാം കൗണ്ട് ചെയ്യാൻ പറ്റണം ടിൽ ലാസ്റ്റ് എലമെൻറ്റ് വരെ. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ വി കനോട്ട് ഫൈൻഡ്. സോ ഫസ്റ്റ് സെറ്റ് എയിൽ എക്സ് ഇസ് എ പോയിൻ്റ് ഓൺ എ ലൈൻ. നമുക്കതിൽ പോയിൻ്റ് വന്നിട്ട് കൗണ്ട് ചെയ്യാനേ പറ്റില്ല. അത് നമുക്ക് അൺകൗണ്ടബിൾ ആണ് അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒരു ലൈനിലെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സെറ്റ് ബി വന്നിട്ട്, അപ്പോൾ ഫസ്റ്റ് സെറ്റ് എ ഈസ് വാട്ട്? ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ് ബി വന്നിട്ട് സെറ്റ് വൈ ബിലോങ്സ് ടു എൻ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ നമുക്കിത് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 to 50 വരെയാണ് ബി എന്ന സെറ്റ്. അപ്പോൾ ടിൽ ലാസ്റ്റ് എലമെൻറ്റ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ. സോ ദ സെക്കൻഡ് സെറ്റ് ബി ഇസ് ഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ 1.6. Which of the following sets A is equal to set of all x such that x is irrational and x square minus 1 is equal to 0, and the second set B is equal to set of all x such that x belongs to z and -2 less than or equal to x less than or equal to 2 are empty. എംറ്റി സെറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എംറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ്സ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ, ഫസ്റ്റ് വൺ,
ഫസ്റ്റ് നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 1 സോൾവ് ചെയ്യണം. ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എക്സിൻ്റെ വാല്യൂ. ബട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എക്സ് വന്നിട്ട് എന്താണ്? ഇറാഷണൽ നമ്പറാണ്. ബട്ട് പ്ലസ് ഓർ മൈനസ് 1 ആർ നോട്ട് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അതിലൊരു എലമെൻറ്റും നമ്പേഴ്സും കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇസ് എം ടി. ഫസ്റ്റ് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എം ടി സെറ്റാണ്. സെക്കൻഡ് സെറ്റ് ബി വന്നിട്ട് എക്സ് ബിലോങ്സ് ടു സെഡ്, ഇൻറ്റീജർ ആണ്. അത് എക്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ -2 and 2. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാം. ബി എന്ന് പറയുന്ന സെറ്റ് -2, -1, 0, 1, 2. അപ്പോൾ സെക്കൻഡ് സെറ്റ് ബി ഇസ് നോട്ട് ആൻ എം ടി സെറ്റ്. ഇറ്റ് ഹാസ് 5 elements. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ വന്നിട്ട് ഒരു എലമെൻസും ഇല്ല. അപ്പോൾ അത് വന്നിട്ട് എം ടി സെറ്റ് ആൻഡ് ബി ഇസ് not an empty set. Next, example 1.7. Which of the following sets are singleton? Singleton set എന്ന് പറയുമ്പോൾ ഒരേ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരേ ഒരു എലമെൻറ്റ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഫോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സെഡ് ആൻഡ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ആൻഡ് ദ സെക്കൻഡ് സെറ്റ് ബി ഇസ് ഈക്വൽ ടു y such that y belongs to r and y square minus 2 is equal to 0. ഇതിൽ ഫസ്റ്റ് സെറ്റ് a contains those integers which are the solution of x minus 2 is equal to 0. ഈ x minus 2 is equal to 0 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വാല്യൂ എന്താ കിട്ടുക? 2 കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. 2 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ് 2 മാത്രമാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി 1 element. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റ് ബി ഇസ് എ സെറ്റ് ഓഫ് ദോസ് റിയൽ നമ്പേഴ്സ് വിച്ച് ആർ സൊല്യൂഷൻസ് ഓഫ്. ഇപ്പോൾ വൈ സ്ക്വയർ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വൈ വാല്യൂ പ്ലസ് ഓർ മൈനസ് √2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ വന്നിട്ട് 2 elements ഉണ്ട്. -√2 ഒരു എലമെൻറ്റ് ആൻഡ് √2 അനദർ എലമെൻറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് സിംഗിൾട്ടൺ സെറ്റ് അല്ല, കാരണം ഇതിൽ 2 elements ഉള്ളത് കൊണ്ട് ബി ഇസ് നോട്ട് എ സിംഗിൾട്ടൺ സെറ്റ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കളക്ഷൻസ് ആർ സെറ്റ്സ്? ഏതൊക്കെ കളക്ഷനാണ് സെറ്റ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം സെറ്റ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജെക്ട്സിനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് സ്റ്റാർട്ടിങ് വിത്ത് എസ്. അത് വന്നിട്ട് സെറ്റാണോ അല്ലയോ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ദ കളക്ഷൻ ഓഫ് ഡേയ്സ്, അതായത് ഏതൊക്കെ നമ്മുടെ ഒരു വീക്കിലെ ഏതൊക്കെ ഡേയ്സ് ആണ് സ്റ്റാർട്ടിങ് വിത്ത് എസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഏതൊക്കെയാണ്? സൺഡേ ആൻഡ് സാറ്റർഡേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ വന്നിട്ട് ഇത് ആര് കളക്ട് ചെയ്താലും, ഇപ്പം ഞാൻ കളക്ട് ചെയ്താലും അതിൽ സാറ്റർഡേ സൺഡേ ആയിരിക്കും, ഇന്നൊരാൾ കളക്ട് ചെയ്താലും അത് വന്നിട്ട് സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് എ സെറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 50. നമുക്കെല്ലാവർക്കും അറിയാം നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 50 സ്റ്റാർട്ട് ചെയ്യണത് 1 തൊട്ടിട്ട്. അപ്പോൾ അപ് ടു 50 എന്ന് പറയുമ്പോൾ 1 to 50, അത് ആര് ചെയ്താലും 1 to 50 തന്നെയായിരിക്കും നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് ഓൾസോ എ set. And the third one, the collection of poem written by Tulasidas. അപ്പോൾ തുളസിദാസ് റിട്ടൺ ചെയ്ത പോയംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അയാൾ എഴുതിയിട്ടുള്ളത് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതും വന്നിട്ടൊരു സെറ്റാണ്. ലാസ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് ഫാറ്റ് സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. ഇപ്പം നമുക്ക് നമ്മുടെ സ്കൂളിലെ ഫാറ്റ് സ്റ്റുഡൻസ്, അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവാം. ഇപ്പം നമുക്ക് തോന്നും അവരാണ് ഫാറ്റ്, ഇന്നൊരാൾക്ക് തോന്നാം മറ്റൊരാളാണ് ഫാറ്റ് എന്ന്. അപ്പോൾ അത് വന്നിട്ട് ഒരു സെറ്റല്ല, ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഇത് തന്നിട്ടുള്ളതിൽ 1, 2, 3 അതെല്ലാം വന്നിട്ട് സെറ്റാണ്. ഈ കളക്ഷൻസ് എല്ലാം സെറ്റ്സ് ആണ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ ഇൻ ദ ബ്ലാങ്ക് സ്പേസ്.
if A is equal to 1, 2, 3. First one 1. 1 എന്ന് പറയുന്നത് it belongs to A. 1 എന്ന് പറയുന്ന എലമെൻറ്റ് എ എന്ന സെറ്റിലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അത് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ബിലോങ്സ് ടു. 1 belongs to N. ദ സെക്കൻഡ് വൺ 4 does not belongs to A. 4 എന്ന് പറയുന്നത് ആ എലമെൻറ്റ് എ എന്ന സെറ്റിലില്ല. അപ്പോൾ 4 does not belongs to A. തേർഡ് വൺ is write each of the following sets in the roster form. First example, A is equal to set of all x such that x belongs to Z and -5 less than or equal to x less than or equal to 10. നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഓരോ എലമെൻസും കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് എൻക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഇൻറ്റീജർ ആണ് ആൻഡ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -5 and 0. അപ്പം നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് -5, -4, -3, -2, -1 and 0. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. അതുപോലെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. സെയിം നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ അത്. നെക്സ്റ്റ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതുക? അതിനൊരു കോമൺ പ്രോപ്പർട്ടി നമ്മൾ എഴുതുക. നമ്മൾ റോസ്റ്റർ ഫോമിൽ ഓരോ എലമെൻറ്റ്സ് വന്നിട്ട് കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഇതിൽ ഒരു കോമൺ പ്രോപ്പർട്ടി നമ്മൾ എഴുതും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. എ എന്ന സെറ്റ് അതൊക്കെയാണ് 2, 4, 6, 8, 10. ഈ 2, 4, 6, 8, 10 ഒക്കെ എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സാണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ 10 വരെയുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? A is equal to set of all x such that x is a even natural numbers less than or equal to 10. അതുപോലെ സെക്കൻഡ് വൺ ബി 3, 6, 9 to infinity. ഇതൊക്കെ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഇസ് equal to set of all x such that x belongs to n and x is a multiple of 3. അതിൽ till infinity വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് x is a multiple of 3 എന്ന് എഴുതിയാൽ മതി. അതുപോലെ തേർഡ് ആൻഡ് ഫോർത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ. which of the following sets are finite and which are infinite? ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ സെറ്റിലുള്ളത് എലമെൻറ്റ്സ് എല്ലാം കൗണ്ട് ചെയ്യാൻ പറ്റണം. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ ഇസ് സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എ ഗിവൺ ലൈൻ. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വന്നിട്ട് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. സെക്കൻഡ് വന്നിട്ട് സെറ്റ് ഓഫ് അനിമൽസ് ഓൺ ദ എർത്ത്. അത് നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ അത് വന്നിട്ട് എന്താണ്? ഫൈനൈറ്റ് ആണ്. അതുപോലെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വന്നിട്ട് ഫൈനൈറ്റ് ആണ്. ആൻഡ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളുള്ള പോയിൻറ്റ്സ്, അതിൽ ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ടാവും, അത് നമുക്ക് കൗണ്ട് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അത് വന്നിട്ട് ഇൻഫൈനൈറ്റ് ആണ്. സിക്സ്ത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നൾ സെറ്റ് ഓർ സിംഗിൾട്ടൺ. തന്നിട്ടുള്ള ഓരോ സെറ്റിലും എ ബി സി ഡി അതിൽ ഏതാണ് നമ്മൾ സിംഗിൾട്ടൺ ആൻഡ് ഏതാണ് നൾ സെറ്റ് എന്ന് കണ്ടുപിടിക്കണം. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എലമെൻറ്റ്സേ ഉണ്ടാവാൻ പാടില്ല. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എലമെൻറ്റ്സ് മാത്രം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ A is equal to set of all x such that x belongs to R and x is a solution of x square plus 2 is equal to 0. ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് 2 is equal to 0. അത് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ആ വാല്യൂ വന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ അതായത് എക്സിന് നമ്മൾ റിയൽ വാല്യൂവിൽ ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് 0 എന്ന ആൻസർ കിട്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്? നൾ സെറ്റാണ്. അതുപോലെ സെക്കൻഡ് വൺ ഇസ് b is equal to x such that x belongs to z and x is the solution of x minus 3 is equal to 0. അപ്പോൾ x minus 3 is equal to 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x is equal to 3 എന്ന് വാല്യൂ കിട്ടും. 3 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇതിൽ ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ 3. അപ്പോൾ സെക്കൻഡ് വൺ ഇസ് സിംഗിൾട്ടൺ സെറ്റ്. അതുപോലെ തേർഡ് ആൻഡ് ഫോർത്ത് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇൻ ദ ഫോളോയിങ് ചെക്ക് വെദർ a is equal to b or a is equivalent to b.
എ ഈക്വൽ ടു ബി ആണെങ്കിൽ സെയിം എലമെൻറ്റ്സ് ഉണ്ടാവണം. എ ഈക്വലൻ ടു ബി ആകണമെങ്കിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു എ and set b is equal to set of all x such that x is an even prime number. അപ്പോൾ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പോൾ ബി എന്ന സെറ്റിലെ എലമെൻറ്റ് 2 ആണ്. അപ്പോൾ എയിലും ഒരു എലമെൻ്റ് ഉണ്ട്, ബിയിലും ഒരു എലമെൻ്റ് ഉണ്ട്, ബട്ട് ദേ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് എ ആൻഡ് ബി ആർ ഈക്വലൻറ്റ്. ലൈക്ക് ദാറ്റ് സെക്കൻഡ് വൺ, എ ഈസ് ഈക്വൽ ടു 1 2 3 4 and b is equal to x is the letter of the word guava. അപ്പോൾ വന്നിട്ട് ഇതിൽ 1 2 3 4 ഫസ്റ്റ് സെറ്റിൽ. സെക്കൻഡ് സെറ്റിൽ നമ്മൾ എഴുതുമ്പോൾ ജി യു എ വി. എ വന്നിട്ട് റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല, ഒരു എ മാത്രം മതി. അപ്പോൾ 4 ലെറ്റേഴ്സ്. അപ്പോൾ സെക്കൻഡ് വൺ ഓൾസോ ഈക്വലൻറ്റ്, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് തേർഡ് വണ്ണിൽ നമ്മൾ എക്സ് എച്ച് എ ഇസ് എ സെറ്റ് എക്സ് എച്ച് ദാറ്റ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x + 6 ഈക്വൽ ടു 0 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 2 3. അപ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x + 6 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വാല്യൂ എന്തൊക്കെയാണ് കിട്ടുക? 2 3 കിട്ടും നമുക്ക് എക്സ് വാല്യൂ. ആൻഡ് ബി എന്ന സെറ്റിൽ കൊടുത്തിട്ടുണ്ട് 2 3. അപ്പോൾ ഇതിൽ ഈക്വൽ, അതായത് സെയിം എലമെൻറ്റ്സ് ആണ് എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും ഉള്ളത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് രണ്ടെണ്ണം ഈക്വലൻറ്റ് സെറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഈക്വൽ സെറ്റ്. നെക്സ്റ്റ് നമുക്ക് സബ്സെറ്റ് നോക്കാം. എന്താണ് സബ്സെറ്റ് എന്ന് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് നോക്കാം എക്സാമ്പിൾ. ലെറ്റ് സെറ്റ് എ ബി എ സെറ്റ് കണ്ടെയ്നിങ് all students of your school and B be a set containing all students of class 12th of school. അപ്പോൾ എ എന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ all students of your school, നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും. ആൻഡ് ബി എന്ന സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ക്ലാസ് 12th സ്റ്റുഡൻസ് മാത്രം. അപ്പോൾ നമുക്ക് ഈ 12th സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആരാണ്? ആ സ്കൂളിലുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന സെറ്റ് വന്നിട്ട് is also an element of set A. ആ ബി എന്ന് പറയുന്നതിലുള്ള സ്റ്റുഡൻസ് വന്നിട്ട് എയിലുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഈ ബിയിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് എ. കാരണം എന്താണ്? ഈ ബിയിലുള്ളവർ തന്നെയാണ് എയിലുള്ളത്. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നത് എയിൻ്റെ സബ്സെറ്റാണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. എക്സാമ്പിൾ നോക്കാം. ഡി എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിൽ 1 2 3 4 എക്സെട്ര. ആൻഡ് നെക്സ്റ്റ് സെറ്റ് ഇസ് ഇ. ഇതിൽ -3 -2 -1 0 1 2 3 എക്സെട്ര. ഇതിൽ 1 2 3 4 വന്നിട്ട് ഇയിലുണ്ട്. ഇ എന്ന് പറയുന്ന സെറ്റിൽ ഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ എന്ന് പറയാം. ഡെഫിനിഷൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി are any two sets such that each element of the set A is an element of the set B also, then A is said to be a subset of B. ഇപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, എ ആൻഡ് ബി. അതിൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം സെറ്റ് ബിയിലുണ്ടെങ്കിൽ എയിന് എന്ത് പറയാം? നമുക്ക് ബിയിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഇതിൽ റിമാർക്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഈച്ച് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഓരോ സെറ്റും അതിൻ്റെ സബ്സെറ്റാണ്. അതിന് നമുക്ക് എ എന്ന് പറയുന്നൊരു സെറ്റ്, അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ എ തന്നെ, അതായത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെക്കൻഡ് വൺ, നൾ സെറ്റ് ഹാസ് നോ എലമെൻറ്റ്. സോ ദ കണ്ടീഷൻ ഓഫ് ബിക്കമിങ് എ സബ്സെറ്റ് ഇസ് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ്. ദെർഫോർ നൾ ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എലമെൻസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോൾ നൾ സെറ്റ് എല്ലാ സെറ്റിനും നമുക്ക് എല്ലാ സെറ്റിൻ്റെയും ഒരു സബ്സെറ്റാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി. അതെങ്ങനെയാണ് പറ്റുക? ഇപ്പോൾ എ എന്ന് പറയുന്ന രണ്ട് സെറ്റ്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആൻഡ് ബി എന്ന് പറയുന്ന നെക്സ്റ്റ് സെറ്റ്. അതിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട്.
നെക്സ്റ്റ് ഇതിൽ ബിയിലുള്ള എല്ലാ എലമെൻസും വന്നിട്ട് എയിലുണ്ട്. അപ്പോൾ ഇതിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും. ലാസ്റ്റ് വൺ, ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. ഈക്വൽ അല്ല, ബട്ട് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ദെൻ എ ഈസ് സെറ്റ് ടു ബി എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എന് നമുക്ക് എന്ത് പറയാം? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ആൻഡ് ബിന് നമുക്ക് സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. അപ്പോൾ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ ബി ആൻഡ് സൂപ്പർ സെറ്റ് പറയുമ്പോൾ ബി കണ്ടെയ്ൻസ് എ. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1.8. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5. എക്സ് വന്നിട്ട് പ്രൈം നമ്പറാണ്, ലെസ് ദാൻ 5. 5-നെക്കാട്ടിലും ചെറുതായ പ്രൈം നമ്പേഴ്സ്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു വൈ, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എൻ ഈവൻ പ്രൈം നമ്പർ. then is ബി എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി വന്നിട്ട് എയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എങ്ങനെയാ? എ എന്ന് പറയുന്ന സെറ്റ് എന്തൊക്കെയാണ്? അപ്പോൾ എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ 2, 3. ലെസ് ദാൻ 5 ആണ്, അപ്പോൾ 2, 3. നെക്സ്റ്റ് ബി എന്ന സെറ്റ് എന്താണ്? വൈ ഇസ് എൻ ഈവൻ പ്രൈം നമ്പർ. ഈവൻ പ്രൈം നമ്പർ ഇസ് 2 ഓൺലി. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന സെറ്റ് ഏതിലാണുള്ളത്? എയിലുണ്ട്. അപ്പോൾ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. ബട്ട് ബി ഇസ് നോട്ട് ഈക്വൽ ടു എ. രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ബി കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് എഴുതാം. അതായത് ബി ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. നെക്സ്റ്റ് എക്സാമ്പിൾ 1.9. ഇഫ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2, 3, 4, 5. ഇസ് എ is a subset of B or B is a subset of A. നമ്മൾ കണ്ടുപിടിക്കണം. എ വന്നിട്ട് ബിൻ്റെ സബ്സെറ്റ് ആണോ ഇല്ലേ ബി വന്നിട്ട് എയുടെ സബ്സെറ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ ഫസ്റ്റ് സെറ്റ് എയിൽ 1, 2, 3, 4 ആൻഡ് ബിയിൽ 2, 3, 4, 5. ഇതിൽ 1 ബിലോങ്സ് ടു എ. 1 എന്ന് പറയുന്നത് ഏതിലുണ്ട്? എയിലുണ്ട്. ബട്ട് 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. അത് therefore എ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ വന്നിട്ട് എന്താണ്? ബിൻ്റെ സബ്സെറ്റ് അല്ല. ഓൾസോ 5 ബിലോങ്സ് ടു ബി. 5 എന്ന് പറയുന്ന സെറ്റ് ബിയിലുണ്ട്. ബട്ട് 5 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പോൾ വന്നിട്ട് ബി വിച്ച് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഹെൻസ് നെയ്തർ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി നോർ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ എ വന്നിട്ട് ബിൻ്റെ സബ്സെറ്റും അല്ല, ബി വന്നിട്ട് എയുടെ സബ്സെറ്റും അല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ 1.10. If A is equal to AEIOU and B is equal to EIOUA, is A is a subset of B or B is a subset of A or both? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് വൺ, ഹിയർ ഇൻ ദ ഗിവൺ സെറ്റ് ഈച്ച് എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ബി ഓൾസോ. ഇപ്പോൾ എയിൽ തന്നിട്ടുള്ള സെയിം എലമെൻറ്റ്സ് ആണ് ബിയിലും, അതായത് ഇത് ഈക്വൽ സെറ്റ്സ് ആണ്. അപ്പോൾ therefore A is a subset of B and also B is a subset of A. ഇങ്ങനെ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ എന്തായിരിക്കും? എ ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും. ഈക്വൽ സെറ്റ്സ് ആണിത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ്, അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. ഫസ്റ്റ് എ എന്ന സെറ്റിൽ എ ഇസ് ഈക്വൽ ടു എക്സ്. ദെൻ ദ സബ്സെറ്റ് ഓഫ് എ ആർ. ഇതിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് എം ടി സെറ്റ് ആൻഡ് ദ സെയിം സെറ്റ്, അതായത് എ എന്ന് പറയുന്ന സെറ്റും എം ടി സെറ്റുമാണ് തന്നിട്ടുള്ള എ ഇസ് ഈക്വൽ ടു എക്സിൻ്റെ സബ്സെറ്റ്. നെക്സ്റ്റ് ഇതിൽ എൻ ഓഫ് എ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇസ് ഈക്വൽ ടു 1. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 which is equal to 2 power n, അതായത് 2 power n of a. നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് എ എന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ കണ്ടുപിടിക്കാനുള്ള ഫോമുലാണ് 2 power n. n എന്ന് പറയുന്നത് n of a. അപ്പോൾ 2 power 1 is equal to 2. നെക്സ്റ്റ് ലെറ്റ് എ is സെക്കൻഡ് എക്സാമ്പിൾ, ലെറ്റ് എ is equal to 2, 4. then the subset of a. ഇപ്പോൾ a 2, 4 ഇതിൻ്റെ സബ്സെറ്റ് എന്തായിരിക്കണം? ഫസ്റ്റ് വൺ വന്നിട്ട് എം ടി സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. നെക്സ്റ്റ് 2, നെക്സ്റ്റ് 1 is 4 ആൻഡ് ദ ഗിവൺ സെറ്റ് 2 and 4. അപ്പോൾ ഇതിൽ
4 എലമെൻറ്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതെങ്ങനെ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ n ഓഫ് എ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 per n. അപ്പോൾ 2 per n ഇസ് ഈക്വൽ ടു 2. അപ്പോൾ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് എക്സാമ്പിൾ, if A is a set with n of A is equal to P, then the number of subset of A is equal to 2 power P and number of proper subset of A is equal to 2 power P minus 1. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ്. നെക്സ്റ്റ് സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ നമ്മൾ സബ്സെറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന്. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്. അതുപോലെ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതൊക്കെ നമുക്ക് അറിയാം. ഇതിൽ വന്നിട്ട് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ I is equal to set of all x such that x belongs to R. ഇത് വന്നിട്ട് റിയൽ നമ്പർ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. അതായത് ഓൾ റിയൽ നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ. അപ്പോൾ നമുക്കിതിൻ്റെ സബ്സെറ്റ് എങ്ങനെ എഴുതാം? n വന്നിട്ട് എന്നിലുള്ള എല്ലാ എലമെൻസും, അതായത് എല്ലാ നമ്പേഴ്സും എന്തിലുണ്ട്? ഹോൾ നമ്പേഴ്സിലുണ്ട്. അപ്പോൾ n ഇസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ ആൻഡ് ഹോൾ നമ്പേഴ്സിലുള്ള എല്ലാ നമ്പേഴ്സും വന്നിട്ട് ഇൻറ്റീജേഴ്സിലുണ്ട്. അപ്പോൾ w ഇസ് എ സബ്സെറ്റ് ഓഫ് z ആൻഡ് സെഡിലുള്ളതൊക്കെ എവിടെയുണ്ട്? ക്യൂവിലുണ്ട്. അപ്പോൾ z ഇസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. പക്ഷെ ക്യൂവിലുള്ളതൊന്നും ഐയിലില്ല. പക്ഷെ ഇതിലുള്ള ക്യൂവിലുള്ളതൊക്കെ എന്തിലുണ്ട്? റിയൽ നമ്പറിലുണ്ട്. അപ്പോൾ ക്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ഐ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ദ നാച്ചുറൽ നമ്പർ ഡസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ഐ. റിയൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സിൽ ഇതിലുണ്ടാവില്ല. ഇങ്ങനെയാണ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. നെക്സ്റ്റ്, ഇൻ്റർവൽസ് ആസ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇൻ്റർവൽസ് ആസ് അത് എങ്ങനെയാണ് റിയൽ നമ്പേഴ്സിന് നമുക്ക് ഇൻ്റർവെല്ലിൽ എഴുതാൻ പറ്റുകയെന്ന്. An interval I is a subset of R such that if xy belongs to I and z is any real number between x and y, then z belongs to I. ഒരു ഇൻ്റർവൽ I ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ, റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ അതിൽ 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്, എക്സ് ആൻഡ് വൈ. അത് വന്നിട്ട് ആ ഇൻ്റർവെല്ലിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു എലമെൻറ്റ് എടുക്കുന്നു, സെഡ്. അത് വന്നിട്ട് എന്തിലുള്ളത്? റിയൽ നമ്പറിലുണ്ട്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ എക്സും വൈയും ഐയിലാണ്. അപ്പോൾ നമ്മൾ അതിൽ സെഡ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുക്കുകയാണ്. അത് വന്നിട്ട് ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ ആ സെഡ് എന്ന് പറയുന്ന എലമെൻറ്റും ഇറ്റ് ഷുഡ് ബിലോങ്സ് ടു ഐ, ആ ഇൻ്റർവെല്ലിൽ ഉണ്ടാവണം. എനി റിയൽ നമ്പർ ലൈങ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് ആൻ ഇൻ്റർവെൽ മസ്റ്റ് ബി കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻ്റർവെൽ. നമ്മൾ 2 ഡിഫറെൻറ്റ് എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ റിയൽ നമ്പർ ആ ഇൻ്റർവെല്ലിൽ തന്നെ ഉണ്ടാവണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവെൽസ്. ഫസ്റ്റ് വൺ ഇസ് ഓപ്പൺ ഇൻ്റർവെൽ. അപ്പം ഇഫ് എ ബി ബിലോങ്സ് 2 എലമെൻറ്റ്സ് എ ആൻഡ് ബി belongs to real number and a less than b, a value which is less than b, നമുക്ക് ഇൻ്റർവെൽ എങ്ങനെ ഉണ്ടാവുകയെന്ന്. the set x belongs to R such that a less than x less than b is called an open interval and it is denoted by a, b, open bracket a, b. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്പർ ലൈനിൽ? ഇപ്പോൾ ഈ സെറ്റിൽ എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, ഈ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് വന്നിട്ട് എ എന്ന എലമെൻറ്റിൻ്റെയും ബി എന്ന എലമെൻറ്റിൻ്റെയും ഇടയിലുള്ളതായിരിക്കും. എയും ബിയും ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിലുള്ള എല്ലാ എലമെൻസും ഇതിലുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് എ, ബി എന്ന് ഡിനോട്ട് ചെയ്യും ഓപ്പൺ ഇൻ്റർവെല്ലിൽ. അപ്പോൾ എയും ബിയും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാ എലമെൻസും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ഇതിൽ നമ്പർ ലൈനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്, അതിൽ എയും ബിയും എക്സ്ക്ലൂഡഡ് ആണ് ആൻഡ് അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള എല്ലാ നമ്പേഴ്സും ഇതിലുണ്ടാവും. അതുപോലെ സെക്കൻഡ് വൺ ഇസ് ക്ലോസ്ഡ് ഇൻ്റർവൽ.
the set x belongs to R such that a less than or equal to x less than or equal to b is called a closed interval and is denoted by closed interval a comma b. ഇതിൽ ഈ തന്നിട്ടുള്ള സെറ്റിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് എന്ന എലമെൻറ്റ് എ എന്ന എലമെൻറ്റിൻ്റെയും ബി എന്ന എലമെൻറ്റിൻ്റെയും ഇടയിലാണ്. അതിൽ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ എ ആൻഡ് ബി, എ തൊട്ടിട്ട് ബി വരെയുള്ള എല്ലാ എലമെൻസും ഇതിലുണ്ടാവും. അതാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ. നെക്സ്റ്റ് വൺ ഇസ് the set x belongs to R such that a less than x less than or equal to b is an interval open on left and closed on right. It is denoted by open closed interval a comma b. എയിൽ ഇത് ഓപ്പൺ ആണ്, ബി എന്ന എലമെൻറ്റിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? എ എന്ന എലമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല, ബി എന്ന എലമെൻറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അപ്പോൾ ഇതിന് നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ എ ടു ബി, എ എന്ന എലമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല, അത് എ കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് തൊട്ടിട്ട് ബി വരെയുള്ള എലമെൻറ്റ് ഉണ്ടാവാം. നെക്സ്റ്റ് വൺ ഇസ് the set x belongs to R such that a less than or equal to x less than b is an interval closed on left and open on right. It is denoted by closed open interval a comma b. On the number line it is shown as. അപ്പോൾ ഇതിൽ എ എന്ന എലമെൻറ്റ് ഉണ്ടാവണം ആൻഡ് ബി ഇസ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ ആ തന്നിട്ടുള്ള സെറ്റിൽ എ എന്ന വാല്യൂ ഉണ്ടാവണം, അതായത് എക്സ് എന്ന് പറയുന്നത് എ എന്ന വാല്യൂൻ്റെയും ബി എന്ന വാല്യൂൻ്റെയും ഇടയിലായിരിക്കണം. ബട്ട് ഇതിൽ എ ഉണ്ടാവണം, ബി ഉണ്ടാവാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, the set x in R such that x less than a is an interval which is denoted by open interval minus infinity a. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ എ ആണ്. അപ്പോൾ ഇതിൽ മൈനസ് ഇൻഫിനിറ്റി കമ്മ എ, അതായത് മൈനസ് ഇൻഫിനിറ്റീൻ്റെ തൊട്ട് മുമ്പിലുള്ളത് തൊട്ടിട്ട് എയിൻ്റെ മുമ്പിലുള്ള വരെ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ്, മൈനസ് ഇൻഫിനിറ്റിക്കും എയ്ക്കും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് എലമെൻറ്റിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. അതുപോലെ നെക്സ്റ്റ് സിക്സ്ത് വൺ ഇസ് the set x in R such that x less than or equal to a is an interval which is denoted by open closed interval minus infinity comma a. It is closed on the right. അപ്പോൾ ഇതിൽ എ എന്ന എലമെൻറ്റ് ഉണ്ടാവണം, മൈനസ് ഇൻഫിനിറ്റിൻ്റെയും എ എന്ന എലമെൻറ്റിൻ്റെയും ഇടയിലാണ്. ബട്ട് മൈനസ് ഇൻഫിനിറ്റി ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ആൻഡ് എ എന്ന വാല്യൂ ഉണ്ടാവണം. അതുപോലെ the set next one is the set x belongs to R such that x greater than a is an interval which is denoted by open interval a comma infinity. It is open on the both sides. അപ്പോൾ ഇത് രണ്ടും ഓപ്പൺ ആണ്. അപ്പോൾ എ എന്ന വാല്യൂ ഇൻഫിനിറ്റിക്കും ഇടയിലുള്ളതിനാണ് എക്സിൻ്റെ വാല്യൂസ് ഉണ്ടാവുക. ബട്ട് എ എന്ന വാല്യൂ ഉണ്ടാവാൻ പാടില്ല, ഇൻഫിനിറ്റിയും ഉണ്ടാവാൻ പാടില്ല, ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. അതുപോലെ ലാസ്റ്റ് വൺ, the set x such that x belongs to R such that x greater than or equal to a is an interval which is denoted by closed open interval a comma infinity. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? നമ്മൾ എ എന്ന എയിൻ്റെയും ഇൻഫിനിറ്റീൻ്റെയും ഇടയിലുള്ള എലമെൻസ് ആണ്. ബട്ട് എ വന്നിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇൻഫിനിറ്റി വന്നിട്ട് എക്സ്ക്ലൂഡഡ് ആണ്. അതിന് നമ്പർ ലൈനിൽ നമുക്കിങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് 4 ഇൻ്റർവൽസ് ആർ കോൾഡ് ഫൈനൈറ്റ് ഇൻ്റർവൽസ്. അതായത് ഓപ്പൺ ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ. നെക്സ്റ്റ് വൺ ഇസ് ഓപ്പൺ ക്ലോസ്ഡ് ആൻഡ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽസ് ആർ ഫൈനൈറ്റ് ഇൻ്റർവൽസ്. കാരണം എന്താ, നമുക്കതിൽ എലമെൻറ്റ്സ് കറക്റ്റായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് ലാസ്റ്റ് 4ൽ വന്നിട്ട് ഇൻഫിനിറ്റി വാല്യൂസ് വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂസ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഇൻഫൈനൈറ്റ് ഇൻ്റർവൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് 4 വാല്യൂസ് നമ്മൾ ഫൈനൈറ്റ് ഇൻ്റർവൽസ് എന്ന് വിളിക്കും. അതിൽ നമ്മൾ എ ബി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ, അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് കിട്ടും. അത് 4 ഇൻ്റർവെല്ലിനും സെയിം തന്നെ ബി മൈനസ് എ, ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ബി മൈനസ് എ. നെക്സ്റ്റ് പവർ സെറ്റ്.
എന്താണ് പവർ സെറ്റ് എന്ന് നോക്കാം. അത് നമുക്ക് എക്സാമ്പിളിൽ നോക്കാം. അതായത് പവർ സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണ്. എല്ലാ സബ്സെറ്റ്സുകളുടെ ഒരു കളക്ഷനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ലെറ്റ് എ എന്ന സെറ്റ് എ ബി, ദെൻ സബ്സെറ്റ് ഓഫ് അതിൽ ഈ എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റുകൾ നമുക്ക് സബ്സെറ്റ് എഴുതുമ്പോൾ എന്തൊക്കെയായിരിക്കണം ഉണ്ടാവുക? അതിൽ ഫസ്റ്റ് വൺ എം ടി സെറ്റ് ഉണ്ടാവണം, ആൻഡ് ദ സെറ്റ് ഇറ്റ് സെൽഫ് ആ സെറ്റും ഉണ്ടാവണം, ആൻഡ് ഓരോ എലമെൻസും. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോൾ 5, നെക്സ്റ്റ് വൺ ഇസ് എ ബി ആൻഡ് എ കമ ബി, സെയിം സെറ്റ്. അപ്പോൾ ഈ ഓരോ സബ്സെറ്റിനെയും നമുക്ക് ഇനിയൊരു പുതിയ സെറ്റാക്കി എഴുതാം. ആ സെറ്റ് നമുക്ക് ബി എന്നെടുക്കാം. ബി ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ 5 എ ബി ആൻഡ് എ ബി. ഈ പുതിയ സെറ്റ്, അതായത് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. തന്നിട്ടുള്ള സെറ്റിൻ്റെ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പവർ സെറ്റ് വന്നിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന സെറ്റിൻ്റെ പവർ സെറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? പി ഓഫ് എ. അപ്പം എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഫസ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു set for x such that x belongs to R and x square plus 7 is equal to 0. And second one is b is equal to y, set for y such that y belongs to n and 1 less than or equal to y less than or equal to 3. The first one, അതിൽ നമ്മൾ എക്സിന് എക്സ് വന്നിട്ട് റിയൽ നമ്പറാണ്. ആ എക്സിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരിക്കലും 0 കിട്ടില്ല. ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് 0 കിട്ടില്ല. അപ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് അതിൽ നൾ സെറ്റ് മാത്രമാണത്. അപ്പോൾ നൾ സെറ്റിന് നമ്മൾ സബ്സെറ്റ് പവർ സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സബ്സെറ്റ് എഴുതണം. അപ്പോൾ 5ൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് 5 മാത്രമാണ്. അപ്പോൾ ആ തന്നിട്ടുള്ള സെറ്റ് എയിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് 5, ബിക്കോസ് അതിന് നൾ സെറ്റ് മാത്രമേ ഉള്ളൂ സബ്സെറ്റായിട്ട്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇസ് വൈ ബിലോങ്സ് ടു എൻ ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് വൈയിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും? 1, 2, 3. ഈ 1, 2, 3ൻ്റെ സബ്സെറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് എം ടി സെറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് 1, 2, 3, നെക്സ്റ്റ് വൺ 1, 2, 1, 3, 2, 3 ആൻഡ് ദ സെയിം സെറ്റ് 1, 2, 3. അപ്പോൾ നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ ദ പവർ സെറ്റ്, ഇതിൻ്റെ തന്നിട്ടുള്ള സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ആണ്. അപ്പോൾ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റിൻ്റെ പവർ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. ഫസ്റ്റ് സബ്സെറ്റ് ഇസ് 5, ദെൻ 1, 2, 3, 1, 2, 1, 3, 2, 3 ആൻഡ് ഫൈനലി 1, 2, 3. ഇതാണ് തന്നിട്ടുള്ള സെക്കൻഡ് സെറ്റിൻ്റെ പവർ സെറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ 1.12, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആസ് ഇൻ്റർവൽസ്. തന്നിട്ടുള്ള ഓരോ സെറ്റ് വന്നിട്ട് ഇൻ്റർവൽസ് ആയിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഫസ്റ്റ് എക്സാമ്പിൾ, ദ ഗിവൺ സെറ്റ് തന്നിട്ടുള്ള സെറ്റ് വന്നിട്ട് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് നമ്മൾ ഇൻ്റർവെല്ലായിട്ട് എഴുതുമ്പോൾ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കുക? ഇതിൽ -1 വന്നിട്ട് ഓപ്പൺ ആണ് ആൻഡ് 2 വന്നിട്ട് ക്ലോസ്ഡ്. അപ്പോൾ -1 എക്സ്ക്ലൂഡഡ് ആൻഡ് 2 ഇസ് ഇൻക്ലൂഡഡ്. അപ്പോൾ നമ്മളിത് ഇൻ്റർവെൽ ഫോമിൽ എഴുതുമ്പോൾ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 2. സെക്കൻഡ് എക്സാമ്പിൾ, എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് 1 greater than or equal to 2x minus 3 greater than or equal to 0. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈ 3 വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 greater than or equal to 2x greater than or equal to 3. 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 2 greater than or equal to x greater than or equal to 3/2. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂ 3/2 2 ഇൻ ബിറ്റ്വീനിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ 2ഉം 3/2ഉം വന്നിട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 3/2, 2.
ഇതാണ് തന്നിട്ടുള്ള സെക്കൻഡ് സെറ്റിൻ്റെ ഇൻ്റർവൽ ഫോം. നെക്സ്റ്റ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ എന്ന ആ വാക്കിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? ഇപ്പോൾ സ്പേസിൽ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടല്ലേ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ എല്ലാ എലമെൻസിൻ്റെയും ഒരു കളക്ഷൻ, അതായത് എല്ലാ എലമെൻസും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കളക്ഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആൻഡ് റാഷണൽ നമ്പേഴ്സ് എടുക്കുകയാണ്. ഈ 3 സെറ്റുകളും ഏതിലാണ് ഉണ്ടാവുക? അതായത് ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനെയാണ് പറയുക? റിയൽ നമ്പേഴ്സ്, അല്ലേ? ഈ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് എല്ലാം നമുക്ക് ഏതിലുണ്ട്? റിയൽ നമ്പേഴ്സിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അതായത് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് റിയൽ നമ്പറിലാണ്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. കൺസിഡർ ദ ഫോളോയിങ് സെറ്റ്സ്. എ എന്ന സെറ്റ് എന്താണ്? എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ. ആൻഡ് ബി വന്നിട്ട് നെക്സ്റ്റ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ മെയിൽ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ. ആൻഡ് സി സെഡ് ഇസ് എ ഫീമെയിൽ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ. ആൻഡ് ഡി ഇസ് ദി സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ ഇസ് എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 12th ഇൻ യുവർ സ്കൂൾ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെറ്റിൽ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ, നെക്സ്റ്റിൽ മെയിൽ സ്റ്റുഡൻറ്റ്, നെക്സ്റ്റ് ഫീമെയിൽ ആൻഡ് സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 12th. ഇതിൽ മെയിലും ഫീമെയിലും ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 12th ഒക്കെ ഏതിലാണ്? സെയിം ആ സ്കൂളിലെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ബി സി ഡി ഒക്കെ എന്താണ്? എയിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ എ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഈ എക്സാമ്പിളിൽ എ വന്നിട്ട് എ ആണ് യൂണിവേഴ്സൽ സെറ്റ്. കാരണം ബി സി ഡി എല്ലാം വന്നിട്ട് എയിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് എയിനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. യൂണിവേഴ്സൽ സെറ്റ് ഇസ് ജനറലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ യു. നെക്സ്റ്റ് റിമാർക്സ്. യൂണിവേഴ്സൽ സെറ്റ് ഡസ് നോട്ട് മീൻ എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ഓബ്ജക്ട്സ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓബ്ജക്ട്സും അതിൽ ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ ഇതിനനുസരിച്ച് ഡിഫറെൻ്റ് ആകും അത്. A set which is a universal set for one problem may not be universal set for another problem. ഇപ്പം നമ്മൾ ഫസ്റ്റ് എടുത്ത ആ സെറ്റ് ആ യൂണിവേഴ്സൽ സെറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല നെക്സ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ഓരോ പ്രോബ്ലം അനുസരിച്ച് യൂണിവേഴ്സൽ സെറ്റ് വന്നിട്ട് ഡിഫർ ആകും. നമുക്കൊരു നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് യൂണിവേഴ്സൽ സെറ്റ്? X such that x is equal to set of all x such that x is a real number. And next set is y is equal to set of all y such that y is a negative integer. And z is equal to set of all z such that z is a natural number. ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഇതിൽ y വന്നിട്ട് നെഗറ്റീവ് ഇൻറ്റീജർ ആണ്, z വന്നിട്ട് നാച്ചുറൽ നമ്പറാണ്. ഇതൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് എക്സ് ഇസ് ദ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഈ പ്രോബ്ലത്തിൽ എക്സ് വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റാണ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വെൻ ഡയഗ്രാം. എന്താണ് വെൻ ഡയഗ്രാം എന്ന്? നമ്മളിപ്പോൾ പഠിച്ച സെറ്റ്സുകളൊക്കെ, അതായത് കുറേ സെറ്റ്സ് നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡയഗ്രമാറ്റിക്കലി നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ച എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് അതിൻ്റെയൊക്കെ റിലേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് റിപ്രസെൻറ്റ് ചെയ്യാമെന്ന്. അതാണ് വെൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാണ് ഇതിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കുറച്ചധികമുള്ള ഒരു ഡേറ്റ അത് നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതിന് പകരം നമുക്കത് എഴുതിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ കഷ്ടമാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് കൺവേർട്ട് ആക്കിയിട്ട് ഒരു ഗ്രാഫിലേക്കോ ഒരു ഡയഗ്രാം പോലെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ വന്നിട്ട് പെട്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കില്ലേ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇതിനെ ഡയഗ്രമാറ്റിക്കലി റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ വെൻ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ ജോൺ വെൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെൻ ഡയഗ്രാം
റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. ആ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എപ്പോഴും റിപ്രസെൻറ്റഡ് ചെയ്യുന്നത് ഇൻറ്റീരിയർ ഓഫ് എ റെക്റ്റാങ്കിൾ. അതായത് നമ്മൾ ഈ മാത്തമാറ്റീഷ്യൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹിം യൂണിവേഴ്സൽ സെറ്റ് ഇസ് റിപ്രസെൻറ്റഡ് ബൈ ദ interior of a rectangle and other sets are represented by interior of circles. അതായത് യൂണിവേഴ്സൽ സെറ്റ് റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ഓഫ് ദ റെക്റ്റാങ്കിളും ആൻഡ് അതർ സെറ്റ്സ് ദ സബ്സെറ്റ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ഇൻറ്റീരിയർ ഓഫ് സർക്കിളുമാണ് നമ്മൾ എഴുതുക. എക്സാമ്പിൾ നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് U is equal to 1 2 3 4 5 and the set A is equal to 2 4 and B is equal to 1 2 3. Then these sets can be represented as യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിളിൽ ആൻഡ് എ എന്ന സെറ്റ് സർക്കിൾ ആൻഡ് ബി എന്ന സെറ്റ് സർക്കിളിൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എ എന്ന സെറ്റിൽ ഏതൊക്കെയാണ് ഉള്ളത്? 2 4. നെക്സ്റ്റ് ബി എന്ന സെറ്റിൽ 1 3. ഇതൊക്കെ ഈ എയും ബിയും വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിലാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ 1 2 3 4 എഴുതി. നെക്സ്റ്റ് ഏതാ ഉള്ളത്? 5 വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഇൻറ്റീരിയർ ഓഫ് റെക്റ്റാങ്കിളിൽ എഴുതണം നമ്മൾ. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം റിപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതെങ്ങനെയാണ് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് റിപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. കൺസിഡർ ദ സെറ്റ്സ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 4 6. ഇതിൽ നമ്മൾ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? A new set having those elements which are in A but not in B is said to be difference of set A and B and it is denoted by A difference B. ഇപ്പോൾ രണ്ട് സെറ്റ് എ ബി തന്നിട്ടുണ്ട്. ഇതിൽ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം ബട്ട് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ഈ തന്നിട്ടുള്ള ഈ രണ്ട് സെറ്റിൽ എ ഡിഫറൻസ് ബി എന്തായിരിക്കും? എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് 1 എന്ന എലമെൻ്റ് എടുത്താൽ എയിലുണ്ട്, അത് ബിയിലില്ല. അപ്പോൾ 1 ഇസ് എ ഡിഫറൻസ് ബി. നെക്സ്റ്റ് 2 എന്ന എലമെൻറ്റ് എയിലുണ്ട്, അത് ബിയിലും ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എ ഡിഫറൻസ് ബി അല്ല. നെക്സ്റ്റ് 3 എന്ന എലമെൻ്റ് എടുത്താൽ എയിലുണ്ട് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ ബി. അപ്പോൾ ഇത് വന്നിട്ട് എ ഡിഫറൻസ് ബി ആണ്. നെക്സ്റ്റ് 4 എ ഡിഫറൻസ് ബി അല്ല, കാരണം ഇത് രണ്ട് സെറ്റിലും ഉണ്ട്. നെക്സ്റ്റ് 5 എടുത്താൽ അത് എയിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇത് എ ഡിഫറൻസ് ബി ആണ്. അപ്പോൾ തന്നിട്ടുള്ള രണ്ട് സെറ്റിൻ്റെ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് 1 3 5. സിമിലർലി ദ സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ സെറ്റ് ടു ബി ദ ഡിഫറൻസ് ഓഫ് ബി ആൻഡ് എ. ഇപ്പോൾ ഫസ്റ്റ് 1 ഇസ് എ ഡിഫറൻസ് ബി. നെക്സ്റ്റ് ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ ഉണ്ടാവണം, എയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള എക്സാമ്പിളിൽ നോക്കുമ്പോൾ ബിയിൽ ഫസ്റ്റ് എലമെൻറ്റ് 2 എയിലും ഉണ്ട്, അപ്പോൾ ഇത് വന്നിട്ട് ബി ഡിഫറൻസ് എ അല്ല. നെക്സ്റ്റ് 4 എടുത്താൽ 4 വന്നിട്ട് ബിയിലുമുണ്ട് എയിലുമുണ്ട്, അപ്പോൾ ഇതും വന്നിട്ട് 4 എന്ന വാല്യൂ എലമെൻറ്റും വന്നിട്ട് ബി ഡിഫറൻസ് എ അല്ല. നെക്സ്റ്റ് ലാസ്റ്റ് 1 6 വന്നിട്ട് ബിയിലുണ്ട് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ എ, അപ്പോൾ 6 എന്ന എലമെൻറ്റ് ബി ഡിഫറൻസ് എ ആണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എ ഡിഫറൻസ് ബി ആൻഡ് ബി ഡിഫറൻസ് എ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ എ ഡിഫറൻസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. And B difference A is equal to set of all x such that x belongs to B and x does not belongs to A. ഇത് നമ്മൾ എങ്ങനെയാണ് വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് 1 എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. എ ആൻഡ് ബി വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ല, അതായത് ഇതിന് വന്നിട്ട് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എ ആൻഡ് ബി ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. അപ്പോൾ എ ആൻഡ് ബി സെറ്റ് ഇങ്ങനെ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിൽ മാത്രം ഉള്ളതായിരിക്കും. ഇത് ഫസ്റ്റ് എ ഡിഫറൻസ് ബി, ലെഫ്റ്റ് സൈഡിലുള്ള എ മാത്രം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എയിൻ്റെ ഒരു പാർട്ടും ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് എ ഡിഫറൻസ് ബി, ഇത് ബി ഡിഫറൻസ് എ. നെക്സ്റ്റ് വെൻ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എ ആൻഡ് ബി ഡിഫറൻസ് എ എന്ന് പറയുന്നത് ബി. നെക്സ്റ്റ് 1 ഇസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ ലെറ്റ് എക്സ് ഡിനോട്ട് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് വൈ സെഡ് ഇറ്റ് സബ്സെറ്റ്. എക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്, വൈ ആൻഡ് സെഡ് വന്നിട്ട് സബ്സെറ്റ്.
ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എനി മെമ്പർ ഓഫ് എ ഫാമിലി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു set of all x such that x is a male member of the family and z is equal to x such that x is a female member of the family. ഇതിൽ മെയിൽ മെമ്പറും ഫീമെയിൽ മെമ്പറും ഒക്കെ ആ ഫാമിലിയിലെ മെമ്പറാണ്. അപ്പോൾ എക്സ് ഇസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് വൈ ആൻഡ് സെഡ് ആർ ദ സബ്സെറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് മൈനസ് വൈ, എക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ്, എക്സ് ഡിഫറൻസ് വൈ ഇസ് എ സെറ്റ് ഹാവിങ് ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഇപ്പോൾ എക്സ് ഡിഫറൻസ് വൈ എടുത്താൽ വൈ എന്ന് പറയുന്നത് മെയിൽ മെമ്പേഴ്സാണ്. അപ്പോൾ എക്സ് ഡിഫറൻസ് വൈ എന്ന് പറഞ്ഞാൽ എക്സിലുള്ളതും വൈയിലില്ലാത്തതും. വൈയിൽ എന്താണ് മെയിൽ മെമ്പർ, അത് വന്നിട്ട് എക്സിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അതിൽ ഫീമെയിൽ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. നെക്സ്റ്റ് എക്സ് മൈനസ് സെഡ് എടുത്താൽ സെഡ് എന്ന് പറയുന്നത് ഫീമെയിൽ മെമ്പേഴ്സ്. അപ്പോൾ എക്സ് ഡിഫറൻസ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സിലുള്ളതും സെഡിലില്ലാത്തതും എന്തായിരിക്കും? മെയിൽ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ എക്സ് ഡിഫറൻസ് വൈ ഇസ് സെഡ് ടു ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് വൈ, അതായത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ സബ്സെറ്റ് വൈ ആൻഡ് ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ കോംപ്ലിമെൻറ്റ്. നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വൈ എന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് വൈ ഡാഷ് ഓർ വൈ കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് എക്സ് മൈനസ് സെഡ് ഇസ് സെഡ് ടു ബി കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ സെറ്റ് ഡാഷ് ഓർ സെറ്റ് കോംപ്ലിമെൻറ്റ്. ഇത് നമുക്ക് നോർമലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? എ ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ, അതായത് കോംപ്ലിമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എ ഡാഷ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ്, അത് യൂണിവേഴ്സൽ സെറ്റിലുണ്ട് ബട്ട് ആ സെറ്റിലില്ല, വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പോൾ നമുക്കിതിനെ വെൻ ഡയഗ്രാം വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എ എന്ന സെറ്റ്, സർക്കിളിൽ എ എന്ന സെറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ എ എന്ന സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല, യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം. അപ്പോൾ ദ റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിൾ യൂണിവേഴ്സൽ സെറ്റിൽ മാത്രമായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഉണ്ടാവുക. റിമാർക്സ് നോക്കാം. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഈവൻ if none is a subset of the other, but complement of a set can be found only when the set is a subset of some universal set. Okay, next the second one is phi complement is equal to u. അതായത് എം ടി സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും, അതുപോലെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എപ്പോഴും എം ടി സെറ്റ് ആയിരിക്കും. വിൽ സി ആൻ എക്സാമ്പിൾ. 1.14 given that a is equal to set of all x such that x is a even natural number less than or equal to 10 and b is equal to set of all x such that x is an odd natural number less than or equal to 10. Find a difference b, b difference a, and a difference we have to check a difference b is equal to b difference a. First the set is a, x is a even natural numbers less than or equal to 10. അപ്പോൾ എ എന്ന സെറ്റിൽ ഏതൊക്കെ ഉണ്ടാകും? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 2, 4, 6, 8, 10. ആൻഡ് ബി എന്ന സെറ്റിൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓഡ് ആകുമ്പോൾ 1, 3, 5, 7, 9. അപ്പോൾ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും ഏതൊക്കെയാണ്? 2, 4, 6, 8, 10. അതുപോലെ ബി ഡിഫറൻസ് എ എന്ന് പറയുന്നത് 1, 3, 5, 7, 9. അപ്പോൾ ഇത് ഈ ക്ലിയർലി ഈ എ, അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എ ഡിഫറൻസ് ബി വന്നിട്ട് ബി ഡിഫറൻസ് എയും ഈക്വൽ ആണോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വിച്ച് ഇസ് നോട്ട് ഈക്വൽ. അതുപോലെ തന്നെ എക്സാമ്പിൾ 1.15. ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഇറ്റ്സ് സബ്സെറ്റ് where u is equal to set for x such that x belongs to n and x less than or equal to 10, and next set a is equal to y such that y is a prime number less than 10. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ കോംപ്ലിമെൻറ്റ് ആൻഡ് ആ കോംപ്ലിമെൻറ്റ് വന്നിട്ട് വെൻ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? നാച്ചുറൽ നമ്പർ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ 1 to 10 ആയിരിക്കും യൂണിവേഴ്സൽ സെറ്റ്. ആൻഡ് എ ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 ലെസ് ദാൻ 10. അപ്പോൾ 10-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7. അപ്പോൾ ഇതിൻ്റെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിലുള്ളതും 1. ഫസ്റ്റ് എലമെൻറ്റ് 1 വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിൽ മാത്രമേ ഉള്ളൂ. 2 വന്നിട്ട് രണ്ട് സെറ്റിലുമുണ്ട്, അപ്പോൾ ഇത് വന്നിട്ട് കോംപ്ലിമെൻ്റ് അല്ല. 3യും കോംപ്ലിമെൻ്റ് അല്ല. 4 വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ 4 കോംപ്ലിമെൻറ്റ്. 5 വന്നിട്ട് രണ്ട് സെറ്റിലും ഉള്ളതുകൊണ്ട് ഇത് കോംപ്ലിമെൻ്റ് അല്ല. 6 വന്നിട്ട് യുയിൽ മാത്രമേ ഉള്ളൂ, കോംപ്ലിമെൻ്റ് ആണ്. 7 കോംപ്ലിമെൻ്റ് അല്ല. 8 കോംപ്ലിമെൻ്റ് ആണ്. 9 കോംപ്ലിമെൻ്റ് ആണ്. 10 കോംപ്ലിമെൻ്റ് ആണ്.
അപ്പോൾ തന്നിട്ടുള്ള സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 4 6 8 9 10. ഇത് നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? തന്നിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റ് വന്നിട്ട് റെക്റ്റാങ്കിൾ ആൻഡ് ഗിവൺ സെറ്റ് എ ഇസ് ഇൻ സർക്കിൾ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 2 3 5 7. അതൊഴികെ ബാക്കിയുള്ളതൊക്കെ യു ഇല്ല യൂണിവേഴ്സൽ സെറ്റിൽ 1 4 6 8 9 10. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം റിപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്സ്. കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ലോസ്. ഫസ്റ്റ് വൺ ഇസ് എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ നോക്കുക 1.15. അതിൽ യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. അതിൽ എ എന്താണ്? 2 3 5 7. ഇതിൽ എ 2 3 5 7. ഇതിൻ്റെ എ കോംപ്ലിമെൻ്റ് എന്താണ്? 1 4 6 8 9 10. അപ്പോൾ എ യൂണിയൻ എ ഡാഷ് എന്താണ്? ആ എയും യൂണിയൻ എ കോംപ്ലിമെൻറ്റും എടുത്ത് നമുക്ക് എന്താ കിട്ടുക? ഫൈനലി നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ലോ ഇസ് എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു യു. നെക്സ്റ്റ് വൺ ഇസ് എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു 5. ആ രണ്ട് എൻ്റെയും എ ഡാഷിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്ത് നമുക്ക് എം ടി സെറ്റാണ് കിട്ടുക. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഡി മോർഗൻസ് ലോ. ഫസ്റ്റ് വൺ ഇസ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. തേർഡ് വൺ ഇസ് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ. ദാറ്റ് ഇസ് എ ഡാഷ് ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ. ഇപ്പോൾ ആ എക്സാമ്പിളിൽ തന്നെ എ ഡാഷ് എന്താണ്? 1 4 6 8 9 10. അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് നമുക്ക് എന്താ കിട്ടുക? 2 3 5 7. ഫസ്റ്റ് ആ എ വാല്യൂ തന്നെ കിട്ടും. അതാണ് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ. ലാസ്റ്റ് വൺ ഇസ് ലോ ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. 5 ഡാഷ് ഇസ് ഈക്വൽ ടു യു ആൻഡ് യു ഡാഷ് ഇസ് ഈക്വൽ ടു 5. ഇതിന് നമുക്ക് വെരിഫൈ ചെയ്യാം വിത്ത് എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ലോ 1 2 3 തൊട്ടിട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ആൻഡ് എ വാല്യൂ 2 4 6 8 10. അതിൽ എ ഡാഷ് 1 3 5 7. അതിൻ്റെ യൂണിയൻ എടുത്താൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇൻ്റർസെക്ഷൻ എടുത്താൽ എം ടി സെറ്റ് കിട്ടും. അതുപോലെ ഡി മോർഗൻസ് ലോസ് ആൻഡ് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ ആൻഡ് ലോ ഓഫ് എം ടി ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളതിൽ ജസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് ഗിവൻ ദാറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് ഇസ് ഈക്വൽ ടു 1 3 5 7 9. ഫസ്റ്റ് വൺ ഇസ് 5 വന്നിട്ട് ഇപ്പോൾ തന്നിട്ടുള്ള സെറ്റ് 1 3 5 7 9. ഇത് നമുക്ക് സബ്സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുക? എം ടി സെറ്റ് കിട്ടില്ലേ? അപ്പോൾ ഈ എം ടി സെറ്റ് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഫസ്റ്റ് ബ്ലാങ്ക് സ്പേസിൽ 5 ഇസ് എ സബ്സെറ്റ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ 2 3 9. 2 3 9 എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സെറ്റ് അല്ല. അപ്പോൾ 2 3 9 വിച്ച് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. തേർഡ് വൺ 3 എന്ന് പറയുന്ന എലമെൻറ്റ് എ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പോൾ 3 ബിലോങ്സ് ടു എ. ആൻഡ് 10 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ സെറ്റിലില്ല. അപ്പോൾ 10 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇസ് ഗിവൺ എ ഇസ് ഈക്വൽ ടു എ കമ ബി. ഹൗ മെനി എലമെൻറ്റ്സ് പി ഓഫ് എ ഹാസ്. അതായത് ഇതിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവുന്നു. അപ്പോൾ പവർ സെറ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? തന്നിട്ടുള്ള സെറ്റിൻ്റെ സബ്സെറ്റ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള സെറ്റിൻ്റെ സബ്സെറ്റ് ഏതൊക്കെയാണ്? ഒന്ന് വന്നിട്ട് എം ടി സെറ്റ്, നെക്സ്റ്റ് എ എന്ന സെറ്റ്, ബി, നെക്സ്റ്റ് തന്നിട്ടുള്ള അതേ സെറ്റ് എ ബി. അപ്പോൾ ഇതിന് 4 സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ പവർ സെറ്റ് ഹൗ മെനി എലമെൻറ്റ്സ് ആണ് പവർ സെറ്റിൽ ഉണ്ടാവുക? 4 എലമെൻറ്റ്സ്. അതുപോലെ ഓരോ 3 4 5 6 7 8 ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. കൺസിഡർ ദ സെറ്റ്സ് എ ഇസ് ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 2 4 6. ഇതിലെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുകയെന്ന്. അതായത് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ്സിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവണം. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് അത് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ ആർ സം എലമെൻറ്റ്സ്
വിച്ച് ആർ കോമൺ ടു ബോത്ത് സെറ്റ്സ്. തന്നിട്ടുള്ള സെറ്റ്സിൽ ചില എലമെൻറ്റ്സ് രണ്ടിടത്തും രണ്ട് സെറ്റിലും ഉണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് ദോസ് കോമൺ എലമെൻറ്റ്സ് സെറ്റ് ടു ബി ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി. ആ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. ആൻഡ് നമ്മൾ ഈ എ ഇൻ്റർസെക്ഷൻ ബി ജനറലി എങ്ങനെയാണ് പറയാമെന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എ എന്ന സെറ്റിലും ഉണ്ടാവണം, ബി എന്ന സെറ്റിലും ഉണ്ടാവണം. അപ്പോൾ നമ്മളിത് വെൻ ഡയഗ്രാം വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എം ടി. അതായത് ഇതിന് പൊതുവായിട്ടൊരു കോമൺ എലമെൻറ്റ് ഇല്ലെങ്കിൽ ആ രണ്ട് സെറ്റിനും വന്നിട്ട് എന്തായിരിക്കും? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും. ഇത് അതിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം. എ എന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ കിങ് ഔട്ട് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് ആൻഡ് ബി ഇസ് എ സെറ്റ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ സ്പേഡ് ഔട്ട് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം ആൻഡ് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് റിപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എയിൽ കിങ് വന്നിട്ട് എത്ര ഉണ്ടാവും? 52 കാർഡ്സിൽ കിങ് വന്നിട്ട് 4 ഉണ്ടാവും. നെക്സ്റ്റ് വൈ ഇസ് എ സ്പേഡ് ഔട്ട് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ ഇതിൽ സ്പേഡ് വന്നിട്ട് 13 കാർഡ്സ് ഉണ്ട്. ബട്ട് ആ 13 കാർഡ്സിൽ ഒന്ന് വന്നിട്ട് എന്തായിരിക്കും? കിങ് ആയിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് സെറ്റിൽ എയിലും ബിയിലും കിങ് വന്നിട്ട് കോമൺ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ വന്നിട്ട് എന്താണ്? കിങ് ഓഫ് സ്പേഡാണ്. അപ്പോൾ അതിന് ഇൻ്റർസെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വെൻ ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇൻ്റർസെക്ഷൻ പഠിച്ചു. നെക്സ്റ്റ് യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഒരുമിച്ചുള്ളത്, രണ്ടും എല്ലാം ചേർന്നിട്ടുള്ളതാണ് യൂണിയൻ. കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ. ഫസ്റ്റ് വൺ, A is a set having all players of Indian men cricket team and B is a set having all players of Indian women cricket team. Clearly A and B are disjoint sets ആണ്. അതിന് ഇൻ്റർസെക്ഷൻ ഇല്ല. യൂണിയൻ ഓഫ് ദിസ് ടു സെറ്റ്സ് ഇസ് a set having all players of both teams. ആ രണ്ട് ടീമിലുള്ള പ്ലെയേഴ്സിനും ഒരുമിച്ചാണ് നമുക്ക് യൂണിയൻ കിട്ടുക. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ യൂണിയൻ ബി. നമുക്ക് നോർമലി എ യൂണിയൻ ബി വന്നിട്ട് എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഓർ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ മൈനസ് എ ഡിഫറൻസ് ബി. അതായത് എയിൽ മാത്രം ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓർ എക്സ് ബിലോങ്സ് ടു ബി ഡിഫറൻസ് എ ഓർ എക്സ് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടിലും ഉണ്ടാവാം. ഇതിനെ നമുക്ക് വെൻ ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് വന്നിട്ട് നോട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ, സെക്കൻഡ് വൺ വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഡിഫറൻസ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ഡിഫറൻസ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. So n of A union B is equal to n of A plus n of B minus n of A intersection B formula. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, എ എന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആൻഡ് എക്സ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ആൻഡ് നെക്സ്റ്റ് ഗിവൺ സെറ്റ് ബി ഇസ് ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. ആൻഡ് ഇതിന് ഡയഗ്രമാറ്റിക്കലി വെൻ ഡയഗ്രാമിൽ റിപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ, എ എന്ന സെറ്റിൽ എക്സ് വന്നിട്ട് എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആൻഡ് ദ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ 1 2 3 4 5. ആൻഡ് ബി എന്ന സെറ്റ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ പ്രൈം നമ്പർ ഏതൊക്കെയാണ്? വിച്ച് ഇസ് ലെസ് ദാൻ 10 ആയിരിക്കണം. 2 3 5 7. അപ്പോൾ ഇതിൻ്റെ എ യൂണിയൻ ബി എന്താണ്? 1 2 3 4 5 7. അപ്പോൾ ഇതിന് നമ്മൾ വെൻ ഡയഗ്രാം വെച്ചിട്ട് റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ആൻഡ് ബി, ഇത് നമ്മൾ ഡിസ്ജോയിൻ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ? എയിലും ബിയിലും സെറ്റിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ്? 2 3 5. അപ്പോൾ ഇത് വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ് അല്ല. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ വേണം നമ്മൾ റിപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് അതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് വേണം നമ്മൾ റിപ്രസെൻ്റ് ചെയ്യാൻ. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് 2 3 5. നെക്സ്റ്റ് എ എന്ന സെറ്റിൽ 1 4 ഉണ്ട്, ബി എന്ന സെറ്റിൽ 7 ഉണ്ട്.
ഇങ്ങനെ വേണം വെൻ ഡയഗ്രാം റിപ്രസെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ് ആൻഡ് വിച്ച് ആർ നോട്ട്. നമ്മളിതിൽ ഏതൊക്കെ ഡിസ്ജോയിൻറ്റ് സെറ്റാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, set for x such that x is an even natural number, and the second one is y. Second set is set for y such that y is an odd natural numbers. ഇതിൽ ഫസ്റ്റ് സെറ്റിൽ വന്നിട്ട് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സെക്കൻഡ് വന്നിട്ട് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വന്നിട്ട് എന്താണ്, ഡിസ്ജോയിൻ്റ് ആണ്. അതിൽ വന്നിട്ട് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അതുപോലെ സെക്കൻഡ് എക്സാമ്പിളിൽ എക്സ് ഇസ് എ പ്രൈം നമ്പർ and divisor of 12. The second set is y such that y belongs to n and the y value lies between 3 and 5. അപ്പോൾ സെക്കൻഡ് സെറ്റിൽ വന്നിട്ട് വാല്യൂസ് എന്തൊക്കെയായിരിക്കും, 3, 4, 5. അതുപോലെ ഫസ്റ്റ് സെറ്റിൽ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 12. അപ്പോൾ ഏതൊക്കെയായിരിക്കും, 2, 3, 4 കിട്ടും നമുക്ക്, ഡിവൈസർ ഓഫ് 12. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതുണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്, നമുക്ക് ഡിസ്ജോയിൻ്റ് അല്ല. ഇത് സെക്കൻഡ് വൺ ഇസ് നോട്ട് ഡിസ്ജോയിൻ്റ്, കാരണം ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് വൺ ഇസ് എക്സ് ഇസ് എ കിങ് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് ആൻഡ് വൈ ഇസ് എ ഡയമണ്ട് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. ഇത് വന്നിട്ട് എന്താണ്, ഡിസ്ജോയിൻ്റ് അല്ല, കാരണം ഫസ്റ്റ് സെറ്റിൽ കിങ് ഉണ്ട്, സെക്കൻഡ് സെറ്റിൽ ഡയമണ്ട് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്, 13 ഡയമണ്ട് കാർഡ്സിൽ നമുക്ക് അതിലൊരു കിങ് ഉണ്ടാവും. അപ്പോൾ അതിന് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഡിസ്ജോയിൻ്റ് അല്ല. ഫോർത്ത് വണ്ണ്, ഫസ്റ്റ് സെറ്റ് ഇസ് 1, 2, 3, 4, 5 ആൻഡ് ദ സെക്കൻഡ് സെറ്റ് ഇസ് AEIOU. ഇതിൽ വന്നിട്ട് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇത് വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഷോർട്ടായിട്ടൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റിൻ്റെ ഡെഫിനിഷനാണിത്. സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നെക്സ്റ്റ്, ടു റിപ്രസെൻറ്റ് എ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം ഓൾ എലമെൻറ്റ്സ് ആർ ടു ബി റിട്ടൺ, ബട്ട് ഇൻ സെറ്റ് ബിൽഡർ ഫോം എ സെറ്റ് ഇസ് റിപ്രസെൻറ്റഡ് ബൈ ദ കോമൺ പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്സ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ എലമെൻറ്റ്സും നമ്മൾ എഴുതണം, ബട്ട് ഇൻ സെറ്റ് ബിൽഡറിൽ എല്ലാ എലമെൻറ്റ്സും എഴുതേണ്ട ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ അതിനെ റിപ്രസെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ക്യാൻ ബി കൗണ്ടഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്, ആൻഡ് ഇഫ് ദ എലമെൻറ്റ്സ് കനോട്ട് ബി കൗണ്ടഡ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് സബ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ്, കോംപ്ലിമെൻറ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, എംപ്റ്റി സെറ്റ് എല്ലാം, സബ്സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ഇൻ്റർവൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് എക്സസൈസ്. ഇതിൽ ഫസ്റ്റ് വൺ, നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ടോപ്പിക്സും അതെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടുള്ള എക്സസൈസ്. അപ്പോൾ ഇതിൽ എല്ലാം മാറി മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ് വൺ, 1, 2, 3 which is equal to 1, 2, 3. ഇത് വന്നിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് ഇതെങ്ങനെ ഈക്വൽ ആൻഡ് ഈക്വലൻസ് ഇട്ട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ 1, 2, 3 ആൻഡ് 1, 2, 3 ഇത് വന്നിട്ട് സെയിം എലമെൻറ്റ് തന്നെയാണ്, പക്ഷെ ഇത് 2 എന്ന് പറയുന്നത് ഇനിയൊരു സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്, ഈക്വൽ അല്ല. അപ്പോൾ ഇത് വന്നിട്ട് ഫാൾസ് ആണ്. അതുപോലെ സെക്കൻഡ് വൺ 1, 2, 3 is equal to 3, 1, 2. ഈ രണ്ട് സെറ്റ് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ഇതിൽ എലമെൻറ്റ്സ് ഒക്കെ സെയിം ആണ്, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സും ആണ്. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഈക്വൽ സെറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് ട്രൂ ആണ്. 1, 2, 3 is equal to 3 to 1. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, AEO is equal to ABC. ഇത് വന്നിട്ട് ഫാൾസ് ആണ്. കാരണം എന്താ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. കാരണം സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്, ബട്ട്
എലമെൻറ്റ്സ് എല്ലാം സെയിം അല്ല, ഇത് ഈക്വലൻ്റ് ആണ് പക്ഷെ ഇത് ഈക്വൽ അല്ല. അപ്പോൾ തേർഡ് വൺ ഇസ് ഫാൾസ് ആണ്. അതുപോലെ ഫോർത്ത് വൺ 5 is equal to empty സെറ്റ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഈക്വൽ ആണെന്ന് പറയാം? ഇപ്പോൾ ഈ സെറ്റിൽ നമുക്ക് ഒരു എലമെൻ്റ് ഉണ്ട് 5 എന്ന് പറയുന്നത്, അപ്പോൾ ഇത് സിംഗിൾട്ടൺ ആണ്. ബട്ട് ഇതിൽ വന്നിട്ട് ഒരു എലമെൻറ്റും ഇല്ല, അപ്പോൾ ഇത് വന്നിട്ട് ഈക്വൽ അല്ല, അത് ഫാൾസ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് ദ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം റിപ്രസെൻറ്റഡ് ബൈ ദ ഷെയ്ഡഡ് പോർഷൻ ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഫസ്റ്റ് വൺ A is equal to 1, 3, 4, 5 and B is equal to 5, 6, 7, 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ AB എഴുതുമ്പോൾ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ എന്താണ്? നമുക്ക് A യൂണിയൻ B ആണ്. അപ്പോൾ നമുക്ക് അത് എഴുതുമ്പോൾ 1, 2, 3, 4, 6, 7, 8, 10. അതായത് ഈ ഇൻ്റർസെക്ഷൻ ആ തന്നിട്ടുള്ള ഡയഗ്രാമിൽ A ഇൻ്റർസെക്ഷൻ B ആ ഒരു പോർഷൻ ഇല്ലാണ്ട് ബാക്കിയെല്ലാം ഉണ്ടാവണം. അതാണ് ആ ഷെയ്ഡഡ് റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ടേം ഉണ്ടാവാൻ പാടില്ല. എയിലും ബിയിലും കോമൺ ആയിട്ട് ഏതാ ഉള്ളത്? 5 ഉണ്ടാവാൻ പാടില്ല, ബാക്കി എല്ലാ എലമെൻസും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1, 2, 3, 4, 6, 7, 8, 9 5 എന്ന എലമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല, കാരണം അത് ഷെയ്ഡഡ് റീജിയൻ, ആ ഇൻ്റർസെക്ഷൻ അത് ഷെയ്ഡഡ് റീജിയനിൽ ഇല്ല. നെക്സ്റ്റ് വൺ, എ എന്ന സെറ്റ് 1, 2, 3, 4, 5, 6 ആൻഡ് ബി എന്ന സെറ്റ് വന്നിട്ട് 2, 6, 8, 10, 12. അപ്പോൾ നമ്മൾ ഈ വെൻ ഡയഗ്രാം നോക്കുമ്പം ഇതിൽ എ എന്ന സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബിയിലും ഉണ്ടാവാൻ പാടില്ല, ബി എന്ന സെറ്റിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ബി ഡിഫറൻസ് എ ആണ് ഇത്, ബി ഡിഫറൻസ് എ. അപ്പോൾ ബി ഡിഫറൻസ് എ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 എന്ന എലമെൻ്റ് എടുക്കുമ്പോൾ 2 വന്നിട്ട് എന്തിലുണ്ട്? എയിലുണ്ട്. അപ്പോൾ 2 ബി ഡിഫറൻസ് എ അല്ല. അതുപോലെ 6 വന്നിട്ട് ബി ഡിഫറൻസ് എ അല്ല. 8, 10, 12 ഇതാണ് ബി ഡിഫറൻസ് എ. സെക്കൻഡ് ഡയഗ്രാം വന്നിട്ട് റിപ്രസെൻ്റ് ചെയ്യുന്നത് ബി ഡിഫറൻസ് എ. അതുപോലെ തേർഡ് വൺ, റിപ്രസെൻറ്റ് ദ ഫോളോയിങ് യൂസിങ് വെൻ ഡയഗ്രാം. നമ്മൾ ഫസ്റ്റ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് പ്രൊവൈഡഡ് എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. എയും ബിയും വന്നിട്ട് നോട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എ യൂണിയൻ ബി എന്തായിരിക്കും വരിക? എ എന്ന സെറ്റും വരും, ബി എന്ന സെറ്റും വരും. അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് യൂസ് ചെയ്യുമ്പോൾ ആ റെക്റ്റാങ്കിളിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് മാത്രമായിരിക്കും. അതുപോലെ സെക്കൻഡ് തേർഡ് എല്ലാം ട്രൈ ചെയ്യാം. അതുപോലെ 4, 5, 6, 7, 8, 9, 10, 11 ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ്. അപ്പോൾ ഇതിൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള ആൻസേഴ്സായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ഈ സെറ്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെറ്റ് എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ് പഠിച്ചു, പിന്നെ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിലേഷൻസ് ഒക്കെ റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.